പത്മജയെ എടുത്തുകൊണ്ട് കാൽ കാശിൻ്റെ ഗുണം ബി ജെ പിക്ക് കേരളത്തിലുണ്ടാകും. എല്ലായിടത്തും ബി ജെ പിയെ ഞങ്ങൾ 3-ാം സ്ഥാനത്തേക്ക് തള്ളും, യാതൊരു സംശയവുമില്ല. ഈ ചതിക്ക് ശക്തമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലൂടെ തന്നെ ഞങ്ങൾ പകരം ചോദിക്കും. എന്നോട് ബി ജെ പിയിലേക്ക് പോകുക എന്നുള്ള സൂചന പോലും ഈ സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പാർട്ടിയിലെ ഇതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്, അത് സാധാരണ ഒരു കാര്യം തന്നെയാണല്ലോ, അതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. ആത്മാവ് പൊറുക്കില്ല, കാരണം വർഗീയ കക്ഷിയുടെ കൂടെ പോയതുകൊണ്ട് അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു. അതിൽ കൂടുതലൊന്നും പറയാനില്ല. പാർട്ടിയെ ഒരു ഘട്ടത്തിൽ ചതിച്ചവരുമായിട്ട് അത് സഹോദരിയാണെങ്കിൽ ഇനിയൊരു കോംപ്രമൈസ് ഇല്ല. ലീഡർ കെ കരുണാകരൻ പാർട്ടി വിടുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ അന്ന് പത്മജ പറഞ്ഞത് എൻ്റെ അച്ഛനാണ് കോൺഗ്രസ് ഉണ്ടാക്കിയത്, ഞാൻ തന്തയ്ക്ക് പിറന്ന മകളാണെന്നാണ്. ഇന്ന് ഞാൻ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ഇന്ന് പത്മജയെ കേരളീയ പൊതുസമൂഹം വിശേഷിപ്പിക്കേണ്ടത് തന്തയ്ക്ക് പിറന്ന മകളെന്നാണോ, തന്തയെ കൊന്ന സന്താനം എന്ന പേരിലാണോ പത്മജയെ വിശേഷിപ്പിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിക്കും ശ്രീ നരേന്ദ്രമോദിക്കും കേരളത്തിൽ വലിയ തോതിൽ പിന്തുണ വർദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ബി ജെ പിയിൽ വന്നവർക്കെല്ലാം മാന്യമായ അർഹമായിട്ടുള്ള പരിഗണന കൊടുത്ത അതിഥികളെ അങ്ങേയറ്റം ബഹുമാനത്തോടെ സ്വീകരിച്ചൊരു പാർട്ടിയാണ്. കോൺഗ്രസിൻ്റെ വിശ്വാസ്യതയാണ് ഇല്ലാതാകുന്നത്. ഇവരാരെങ്കിലും പോകുന്നോ ഇല്ലയോ എന്നുള്ളതല്ല. ബി ജെ പിയിലേക്ക് ചേക്കാറാൻ വേണ്ടിയിട്ട് ഏത് കോൺഗ്രസ് നേതാവിനും കേരളത്തിൽ പ്രയാസമില്ല എന്നൊരവസ്ഥ വന്നാൽ ആളുകൾ എങ്ങനെയാണ് വിശ്വസിച്ച് ഇവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുക? നാളെ ഇവർ കോൺഗ്രസ് പോകില്ല എന്നുള്ളതിന് എന്താ ഉറപ്പുള്ളത്? അതാ ചോദ്യം. നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം നിയന്ത്രിച്ച രണ്ടുപേർ, കെ കരുണാകരനും എ കെ ആന്റണിയും. രണ്ടുപേരുടെയും മക്കൾ ഇന്ന് ബി ജെ പി പാളയത്തിലാണ്. അനിൽ ആന്റണിക്ക് പിറകെ പത്മജ വേണുഗോപാലും ബി ജെ പിയിലേക്ക് ചേക്കേറുമ്പോൾ ചില ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ ഉയരുകയാണ്. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ ബി ജെ പി എന്നത് കേരളത്തിലും യാഥാർത്ഥ്യമാകുകയാണ്. കേരളത്തിന് പുറത്ത് നമ്മൾ കണ്ട ഈ കൂടുമാറ്റം ഇവിടേക്കും അതിവേഗം എത്തുന്നു എന്ന് വേണം അനുമാനിക്കാൻ. മതനിരപേക്ഷ ഇന്ത്യക്ക് കാവൽ നിൽക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്ന ചോദ്യമാണ് പത്മജയുടെ ബി ജെ പി പ്രവേശനം ഉയർത്തുന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം. ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി പങ്കെടുക്കുന്നത് CPIM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് സേനാപതി വേണു, BJP പ്രതിനിധി അഡ്വക്കേറ്റ് PG വിഷ്ണു, മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകുടി. ആദ്യം ന്യൂസ് ആൻഡ് വ്യൂസ് പോകുന്നത് കോൺഗ്രസ് പ്രതിനിധിയിലേക്കാണ്. അഡ്വക്കേറ്റ് സേനാപതി വേണു, പത്മജ വേണുഗോപാൽ 6:30 മണിയോടെ BJP ആയിരിക്കുകയാണ്. കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവദേക്കറിൽ നിന്നും BJPയുടെ അംഗത്വം സ്വീകരിച്ച് കോൺഗ്രസുമായുള്ള 3 പതിറ്റാണ്ട് കാലത്തെ ബന്ധം അവർ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അവർ BJPയിലേക്ക് ചേക്കേറുന്നതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടിയുമായി അകൽച്ചയിലായിരുന്നു എന്നാണ്. അവിടെ നിരന്തരം അവഗണിക്കപ്പെട്ടു. താൻ മാത്രമല്ല, തൻ്റെ പിതാവും അവഗണിക്കപ്പെട്ടു. വലിയ വിഷമം ആ പാർട്ടിയിൽ നിന്ന് നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദില്ലിയിലെ മാധ്യമപ്രവർത്തകരോട് ഈ കൊഴിഞ്ഞുപോക്കിൻ്റെ കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രവുമല്ല, കോൺഗ്രസിൽ ശക്തമായൊരു നേതൃത്വം ഇല്ലെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് മോദി അതിശക്തനായ ഒരു നേതാവാണ്, ആ മോദിയെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ BJPയിലേക്ക് പോകുന്നത് എന്നുകൂടി പത്മജ വേണുഗോപാൽ പറഞ്ഞു വയ്ക്കുകയാണ്. ഈ പറിച്ചു നടലിന് ആധാരമായി പത്മജ നിരത്തുന്ന ന്യായങ്ങൾ എത്രത്തോളം കോൺഗ്രസ് ഉൾക്കൊള്ളുന്നു? നിലിമ, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്ന ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ മകൾ. കരുണാകരനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു ഓർമ്മയും അറിവും എന്നൊക്കെ പറയുന്നത് 1967 അല്ലെങ്കിൽ 69 കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി ഞങ്ങൾ കേവലം 9 MLA ചുരുങ്ങിയ ആ കോൺഗ്രസിനെ യഥാർത്ഥത്തിൽ നിന്ന് അലക്സാണ്ടർ പറമ്പിത്തറയായിരുന്നു അന്നത്തെ പാർലമെന്ററി പാർട്ടിയിൽ കോൺഗ്രസിന്റെ നേതാവാകേണ്ടിയിരുന്നത്. ലീഡറുടെ ചടുലമായ അന്നത്തെ അദ്ദേഹത്തിന്റെ യുവാവായിരുന്ന ലീഡറുടെ ആ നീക്കങ്ങളിലാണ് കോൺഗ്രസ് അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവാകുകയും അവിടെ നിന്ന് ലീഡർ നടത്തിയ പടയോട്ടം. ലീഡറെക്കുറിച്ച് ശ്രീ രവി കുറ്റിക്കാട് എഴുതിയ ഒരു പുസ്തകത്തിലെ ഒരു വാചകം എന്ന് പറയുന്നത്, കാലുബന്ധ നായെ പോലെ എന്ന് പറഞ്ഞാൽ
അത്ര നിൽക്കാതെ കേരളത്തിൽ ഓടിയാണ് കെ കരുണാകരൻ കേരളത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തത്. ഞങ്ങളൊക്കെ വൈകാരികമായി ലീഡർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു വലിയ വികാരമാണ്, ആ കാര്യത്തിൽ ഒന്നും തർക്കമില്ല. അപ്പോൾ ആ ലീഡറുടെ മകള് കോൺഗ്രസ് വിട്ട് എല്ലാ കാലത്തും അദ്ദേഹം എതിർത്തിരുന്ന ഒരു വർഗീയ ശക്തികളുടെ പാളയത്തിൽ എത്തി എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വക്താവായി ഇവിടെ വന്നിരിക്കുന്ന എന്നെ പോലുള്ള ആളുകളെ സംബന്ധിച്ച് തികച്ചും അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ അതിനെ ആമുഖമായി ഞാൻ ആ അർത്ഥത്തിൽ തന്നെ അതിനെ അംഗീകരിക്കുന്നു. പക്ഷേ എനിക്ക് നീലിമയുടെ ചോദ്യത്തോട് പറയാനുള്ളൊരു മറുപടി എന്ത് എന്ന് ചോദിച്ചാൽ, ആര് ശ്രീ അനിൽ ആന്റണിയും ശ്രീമതി പത്മജ വേണുഗോപാലും ഇവരൊന്നും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ ഒരു രണ്ടാം ഘട്ടത്തിൽ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും സംഭാവനകൾ ചെയ്തവരായി അവർക്കും ആ കാര്യത്തിൽ അവകാശവാദമില്ല, കണ്ടു നിൽക്കുന്ന പൊതുസമൂഹത്തിനും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇന്നത്തെ പത്മജിയുടെ വാദഗതികൾ ഞാൻ അതിനെ സസൂക്ഷ്മം നിരീക്ഷിച്ച് എനിക്ക് വളരെ വളരെ കൗതുകകരമായിട്ടാണ് തോന്നിയത്. കാരണം പത്മജയെ പോലൊരാൾ അവർ അവഗണിക്കപ്പെട്ടു എന്നുള്ളതാണ് അവർ രാഷ്ട്രീയത്തിൽ പറയുന്നത്. ഞാൻ ഒന്നാമതായി പറയുന്നു, കേരളത്തിൽ കോൺഗ്രസിൽ ഏറ്റവും മുതിർന്ന പദവി അല്ലെങ്കിൽ ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് KPCCയുടെ അധ്യക്ഷനാണ്. അതിന്റെ തൊട്ട് താഴെയാണ് KPCCയുടെ വൈസ് പ്രസിഡന്റ്. ശ്രീമതി പത്മജ വേണുഗോപാൽ KPCCയുടെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടയാണ്. അവർ പറയുന്നത് കോൺഗ്രസിന്റെ നേതൃത്വമില്ല, അവർ നേതാവായിരുന്നു. അവർക്ക് കേരളം മുഴുവൻ നടന്ന് കോൺഗ്രസിനെ സംഘടിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കുന്നതിനോ എന്തെങ്കിലും ഒരു തടസ്സമുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തേ അവർ ആ ഉത്തരവാദിത്വം, KPCCയുടെ വൈസ് പ്രസിഡന്റായ ആള് അടുത്ത പ്രാവശ്യം പ്രസിഡന്റ് ആകാൻ യോഗ്യയായ ആളാണല്ലോ, എന്തേ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് അവർ പോയില്ല? അങ്ങനെ ഒരു ചടുലമായ രാഷ്ട്രീയ പ്രവർത്തനം അവർക്ക് നടത്താമായിരുന്നല്ലോ. 1. 2, അവർക്ക് പാർലമെന്ററി രംഗത്ത് ഒരുപക്ഷെ നീലിമയ്ക്ക് അത്ര ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, അരുൺകുമാറിനും അത്ര ഓർമ്മയുണ്ടാവില്ല. 2004 ഇന്നത്തെ ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനൊക്കെ രാഷ്ട്രീയം ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ്. അപ്പോ അന്ന് മുകുന്ദപുരമാണ് ആ പാർലമെന്റ് മണ്ഡലം. എന്റെ മണ്ഡലം കൂടിയാണ് മത്സരിക്കുന്നത് കേരള കോൺഗ്രസ്. എന്റെ മണ്ഡലം കൂടിയായിരുന്നു. അതെ, മോഹൻദാസ് ആണ് അതുവരെ മത്സരിക്കുന്നത്. അദ്ദേഹം ജോസഫ് ഗ്രൂപ്പിന്റെ ആളായിരുന്നു. ജോസഫ് ഗ്രൂപ്പ് അപ്പുറത്തേക്ക് പോയി. ശ്രീ മോഹൻദാസിന്റെ മരണമൊക്കെ ഉണ്ടായി. പിന്നീട് കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുത്ത് കോൺഗ്രസ് ആണ് മുകുന്ദപുരത്ത് മത്സരിക്കുന്നത്. ഞങ്ങളുടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റായിരുന്നു കേരളത്തിൽ. ആ സീറ്റിൽ പത്മജയ്ക്ക് 2004 അപ്പോ ഇന്ന് എനിക്ക് തോന്നുന്ന പത്മജയ്ക്ക് ഒരു 65-67 വയസ്സ് കാണും. അപ്പൊ 2004 ഒരു 20 കൊല്ലം മുമ്പ് പത്മജ അവരുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് അല്ലെങ്കിൽ അവർ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ഒരു പ്രഭാവശാലിയായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുന്നു. നിർഭാഗ്യവശാൽ നീലിമ അവർ ആ തെരഞ്ഞെടുപ്പിൽ തോക്കുന്നത് മുകുന്ദപുരം പോലെ കോൺഗ്രസിന്റെ ഒരു ബേസിൽ അവർ തോക്കുന്നത് 1,17,000 സംതിങ് വോട്ടാണ്. ലോനപ്പൻ നമ്പാടിന്റെ മുന്നിൽ 1,17,097 വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്നത്. അപ്പൊ പിറ്റേ ദിവസം നമ്പാടൻ മാഷിന്റെ ഒരു കമന്റ് ഉണ്ട്. അന്ന് ഇന്നത്തെ മാതിരി വിപുലമായി ഇതുപോലെ ചാനലുകൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ അദ്ദേഹം പത്രത്തിൽ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് പോയി. കാരണം ജയിക്കുമെന്ന് ഒരു പ്രതീക്ഷയില്ല. അപ്പോ മണിക്കൂറുകൾ, അപ്പൊ ഇന്നത്തെ മാതിരി വോട്ടിംഗ് യന്ത്രമല്ല, അന്ന് എണ്ണുന്ന വോട്ടാണ്. അപ്പൊ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴേക്കും ഭൂരിപക്ഷം വർദ്ധിച്ച് ലക്ഷത്തിനപ്പുറത്തേക്ക് വന്നപ്പോൾ ലോനപ്പൻ നമ്പാടിന്റെ ചോദ്യം, ഇത് എന്റെ തന്നെയാണോ ഈ വോട്ട് എണ്ണുന്നത്, മുകുന്ദപുരത്തെ വോട്ട് തന്നെയാണോ എണ്ണുന്നതെന്ന് അദ്ദേഹം ഒരു തമാശ ചോദിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് അവർ തോറ്റത് അത്രയും വോട്ടിന്റെ കുറവിലാണ്. പോട്ടെ, 2011 തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, VSന്റെ ഗവൺമെന്റിന് ശേഷം ഒരു ആന്റി എൻകംബൻസി നിൽക്കുന്നു. കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ്. വലിയ ഭൂരിപക്ഷം ഒന്നും ഉണ്ടായില്ല എങ്കിലും ഞങ്ങൾ അധികാരത്തിൽ തിരിച്ചു വരുന്ന ആ തെരഞ്ഞെടുപ്പിലാണ് ഇവർ തൃശ്ശൂരിൽ മത്സരിക്കുന്നത്. അതും തേറമ്പിൽ രാമകൃഷ്ണനെ പോലെ പരിണതപ്രജ്ഞനായ ഒരു കോൺഗ്രസ് നേതാവ്. തേറമ്പിലിന്റെ എല്ലാ കാലത്തെയും ഭൂരിപക്ഷം ഒരു 10,000 to 20,000, അത് 12, 13, 14, 15 എന്താണേലും ഒരു 10,000-10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു കംഫർട്ടബിൾ മണ്ഡലത്തിൽ ഇവർ മത്സരിച്ചു. ഇവർ ആ തെരഞ്ഞെടുപ്പിലും തോക്കുന്നത് 7,000 വോട്ടിനാണ്. പിന്നെ ഇവർ മത്സരിക്കുന്നത് 2021 തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഇവർ തോറ്റു. വലിയ മാർജിൻ ഇല്ലായിരുന്നു, പക്ഷെ ഇവർ തോറ്റു. ഇവരെ തോപ്പിച്ചു എന്നൊക്കെയാണ് ഇവരുടെ പരാതി. അതെ, 943 വോട്ടുകൾക്കാണ് അവിടെ രണ്ടാം വട്ടം പരാജയപ്പെടുന്നത്. പരാജയപ്പെട്ട് ഞാനൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016 മത്സരിച്ച ഞാനും CM മണിയാണ് ഉടുമ്പൻചോലയിൽ മത്സരിക്കുന്നത്. ഞാൻ 1109 വോട്ടിന് തോക്കുന്നു. എനിക്ക് വേണമെങ്കിൽ പരാതി പറയാൻ കോൺഗ്രസ് കാലുവാരിവരൊക്കെ ഉണ്ടാവാം. എനിക്ക് അങ്ങനെ എന്നെ കാലുവാരി എന്നൊരു പരാതിയുമായിട്ട് നമ്മൾ എല്ലാ കാലത്തും രാഷ്ട്രീയത്തിൽ 3 പ്രാവശ്യം അവർക്ക് അവസരം കൊടുത്തതാണ്. ആ 3 പ്രാവശ്യവും അവർക്ക് അധികാര സ്ഥാനത്തിൽ എത്താൻ കഴിയാത്തത് അതുകൊണ്ട് അവരെ അവഗണിച്ചു എന്ന ഒരു കാരണത്താൽ ലീഡറെ പോലെ ഒരാളെ തള്ളിപ്പറഞ്ഞു. പാർലമെന്ററി രംഗം എടുത്തു നോക്കുകയാണെങ്കിൽ സംഘടനാ തലത്തിലേക്ക് നമുക്ക് ഇതിന്റെ പുറകെ വരാം. ഈ ചർച്ചയുടെ പ്രാഥമിക ഘട്ടമാണല്ലോ. പാർലമെന്ററി രംഗത്ത് ഒരു തുടക്കക്കാരി എന്ന നിലയിൽ വളരെ കൃത്യമായി
ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഇല്ല. ഒന്നൊഴികെ കെ കരുണാകരന്റെ മകൾ എന്നുള്ള ഒരു ലേബൽ മാത്രമാണ് അന്ന് പത്മജയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. 2001 KTDCയുടെ ചെയർപേഴ്സൺ ഒക്കെ ആക്കുന്ന സമയത്ത് വലിയ മുറുമുറുപ്പുകൾ ഈ പാർട്ടി കോൺഗ്രസിനകത്ത് നമ്മൾ കണ്ടതാണ്. ശ്രീ അരുൺകുമാർ, ഇപ്പോൾ ഈ BJPയിലേക്ക് ഞാൻ അങ്ങയിലേക്ക് എത്താം. ശ്രീ അരുൺകുമാറിലേക്ക് പോകണം. ശ്രീ അരുൺകുമാർ, ഈ BJPയിലേക്കുള്ള ചുവടുമാറ്റത്തിന് ഉപോത്ബലകമായി അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും വളരെ കൃത്യമല്ല എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ഒരു 1.5 ആഴ്ച മുമ്പ് ചേർന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ പോലും അവരെ എടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. KPCCയിൽ ACC അംഗമാണ്, KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്, KPCC എക്സിക്യൂട്ടീവ് അംഗമാണ്. അങ്ങനെ നോക്കുമ്പോൾ പാർലമെന്ററി രംഗത്ത് മാത്രമല്ല, ഇത്തരത്തിൽ സംഘടനാ രംഗത്തും വലിയ പദവികൾ, ഒരു പോസ്റ്റ് പോലും ഇല്ലാതെ അവർ ഈ കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ഇവിടെ ഇരുന്ന ഒരു സാഹചര്യം പോലും നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ കൂടുമാറ്റത്തിന് പിന്നിൽ എന്താകാം യഥാർത്ഥ കാരണം? നിലിമ, ഇവിടെ നമ്മുടെ രാജ്യത്ത് കുറച്ച് നാളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ അങ്ങ് സൂചിപ്പിച്ചത് ഇന്നലത്തെ കോൺഗ്രസ് ഇന്നത്തെ BJP എന്നതാണ്. അത് മാറി. ഇന്നത്തെ കോൺഗ്രസ് ഇന്നത്തെ BJP ആയി മാറുകയാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ശ്രീമതി പത്മജ സ്വന്തം ഫേസ്ബുക്ക് പേജിലൂടെ കോൺഗ്രസിലേക്ക് പോകില്ലെന്നും കോൺഗ്രസ് രാഷ്ട്രീയം വിടില്ല എന്നും ഉറപ്പു പറഞ്ഞതാണ്. ഒറ്റ രാത്രി കൊണ്ടാണ് രാവിലെ വാർത്തയൊക്കെ മാറി. ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവർ തന്നെ പിൻവലിച്ച് ഇന്ന് വൈകുന്നേരം പോയി BJPയുടെ മെമ്പർഷിപ്പ് എടുക്കുന്ന സാഹചര്യമാണ് കണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എടുത്തു നോക്കിയാൽ വടക്കേന്ത്യയിൽ ഇതൊരു സ്ഥിരം പരിപാടിയാണ്. എത്രയോ മുഖ്യമന്ത്രിമാരാണ് അടുത്ത കാലത്ത് കോൺഗ്രസ് വിട്ട് BJP ആയി മാറിയത്. സംസ്ഥാന പ്രസിഡന്റുമാർ മാറി, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായി മാറി. കഴിഞ്ഞ ഒരു മാസം എടുത്താൽ കോൺഗ്രസ് വിട്ട് BJP ആയി മാറാത്ത നേതാക്കന്മാർ പോകാത്ത ഒരു ദിവസം പോലുമില്ല. ഇപ്പം മനു അഭിഷേക് സിംഗ്വി ഹിമാചൽ പ്രദേശിൽ BJPയുടെ കോൺഗ്രസിന്റെ പാനലിൽ രാജ്യസഭയിലേക്ക് മത്സരിച്ച ആളാണ്. അദ്ദേഹം മനസ്സു നൊന്തു പറഞ്ഞില്ലേ, ഇന്നലെ രാത്രി എൻ്റെ ഒപ്പം അത്താഴം കഴിച്ചവരും ഇന്ന് രാവിലെ എൻ്റെ ഒപ്പം പ്രഭാത ഭക്ഷണം കഴിച്ചവരും ഉച്ചയ്ക്ക് പോയി എനിക്കെതിരെ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു. 40 MLA-മാരുണ്ടായിരുന്നു അവിടെ കോൺഗ്രസിന്, അത് 32 വോട്ടായിട്ട് കുറഞ്ഞു. 24 MLA-മാരുണ്ടായിരുന്ന BJPക്ക് 32 വോട്ട് കിട്ടി. അതായത് 8 MLA-മാരാണ് ഒറ്റയടിക്ക് തലേ ദിവസവും രാവിലെയും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചവർ പോയതെന്ന് നാം കാണുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ എന്താണ് സാഹചര്യം? ഇവിടെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് അങ്ങനെ തന്നെ BJP ആയി മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷം തുടർച്ചയായി പറഞ്ഞു, നിങ്ങൾ കോൺഗ്രസിന് ചെയ്യുന്ന ഓരോ വോട്ടും അത് BJPക്ക് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. അത് കൂടുതൽ അർത്ഥപൂർണമാക്കുന്ന ഇടപെടലല്ലേ ഇപ്പം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് ഇങ്ങനെ പ്രസംഗിച്ചത്? കേരളത്തിൽ നിന്നും 2 അക്കം ഞങ്ങൾ നേടും എന്ന്. ഏതായാലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് 2 അക്കം വിജയിപ്പിക്കാൻ BJPക്ക് ഒരു സാഹചര്യമില്ല എന്ന് നമുക്കറിയാം. കോൺഗ്രസ്സായി ജയിച്ചു വരുന്നവർ പടിപടിയായി BJP ആയി മാറുമെന്നും അതാക്കി മാറ്റാനുള്ള ഒരു തന്ത്രം ഞങ്ങളുടെ കയ്യിലുണ്ട്, ഒരു ഐഡിയ, അതിനുള്ള സംവിധാനം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുദ്ദേശിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അടുത്ത കാലത്ത് പോയാൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ കോൺഗ്രസിനെ നിലനിർത്തിയ ഏറ്റവും ദീർഘകാല മുഖ്യമന്ത്രിയായിട്ടിരുന്ന 2 നേതാക്കന്മാരുടെ മക്കളാണ് ഇപ്പോൾ BJPയുടെ നേതാക്കന്മാരായി മാറിയിരിക്കുന്നത്. അനിൽ ആന്റണി പോയി ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് തിരിച്ചു വന്നു. അവരുടെ അഖിലേന്ത്യാ സെക്രട്ടറിമാരിൽ ഒരാളായി അഖിലേന്ത്യാ വക്താവായി മാറി കോൺഗ്രസിന്റെ. അതുപോലെ ഇപ്പോൾ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലും മാറിയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ എന്താണോ ഇടതുപക്ഷം കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്, രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത്, അത് അതേപോലെ ശരിവയ്ക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ അത് BJPക്ക് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. മതനിരപേക്ഷ ഇന്ത്യയെ നിലനിർത്താൻ, ഒരു ജനാധിപത്യ ഇന്ത്യയെ നിലനിർത്താൻ, ഇന്ത്യൻ ഭരണഘടന നിലനിർത്താൻ, ഇന്ത്യയെ ഇന്ത്യയായി നിലനിർത്താൻ നിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നത്, കോൺഗ്രസിന് വോട്ട് ചെയ്യരുത് എന്ന് പറയുന്നത് പൂർണ്ണമായി അർത്ഥപൂർണ്ണമായി മാറുന്ന സാഹചര്യം നാം കാണുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ അടുത്ത കാലത്ത് തങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, അതുകൊണ്ട് ഏത് ജനവിരുദ്ധ നിയമവും ഞങ്ങൾ നടപ്പാക്കുമെന്ന് പറഞ്ഞ് BJP നടപ്പാക്കിയ നിരവധി നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് സ്വീകരിച്ച നിലപാടെന്താണ്? ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ്, ശരിക്കും പറഞ്ഞ വിവാഹമോചനം, ദത്ത്, സ്വത്തവകാശം എല്ലാം ഈ രാജ്യത്ത് ഒറ്റ രൂപത്തിലാക്കി മാറ്റാൻ ഹിമാചൽ പ്രദേശിലും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലുമെല്ലാം BJP നിയമം പാസ്സാക്കുന്ന സാഹചര്യമുണ്ടായി.
അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവിടെ പോലും കോൺഗ്രസ് അതിനെ എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചില്ല. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചില്ല. ഇപ്പോൾ ഒരേ രാജ്യം ഒരേ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമം മുതൽ ഇങ്ങോട്ട് നടപ്പാക്കിയ പല നിയമങ്ങളും, മുത്തലാഖ് പരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സാഹചര്യത്തിലും കുറ്റകരമായിട്ടുള്ള മൗനം കോൺഗ്രസ് തുടരുന്നതാണ് നാം കണ്ടത്. അതായത് BJPയുടെ നിലപാടും കോൺഗ്രസിന്റെ നിലപാടും ഒരേ രൂപത്തിലാകുകയാണ്. ഇപ്പൊ ഗവർണർമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ അധികാരം വിനിയോഗിക്കുന്നതിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയി. നമ്മളെ ഏറ്റവും കൂടുതൽ തള്ളിപ്പറഞ്ഞത് കോൺഗ്രസിന്റെ നേതൃത്വം തന്നെയല്ലേ. ഇപ്പൊ സാമ്പത്തിക പരമാധികാരം തകർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രക്ഷയില്ലാതെ വന്നപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഡൽഹിയിൽ പോയി സമരവും നടത്തി സുപ്രീം കോടതിയിൽ പോകുകയും ചെയ്തു. അവിടെ ഏറ്റവും കൂടുതൽ ആ നയത്തെ, ആ തീരുമാനത്തെ തള്ളിപ്പറഞ്ഞത് കോൺഗ്രസ് അല്ലേ. കേരളത്തിലെ കോൺഗ്രസ് എത്ര നുണപ്രചരണമാണ് നടത്തിയത്. മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും അപമാനിക്കാനും ഈ സംസ്ഥാന ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താനും മാത്രമല്ലേ ഇവർ സമയം ചെലവഴിക്കുന്നത്. എന്നാൽ BJP ചെയ്യുന്ന കാര്യം തെറ്റാണെന്ന് പറയാനോ, BJP കേരളത്തെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയാനോ, ഗവർണർമാർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് പറയാനോ, കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുർബലപ്പെടുത്തുന്ന നിലപാടിനെതിരെ കേരളത്തിലെ നേതാക്കന്മാർ തള്ളിപ്പറയാനോ തയ്യാറാകുന്നില്ലല്ലോ. അപ്പൊ കോൺഗ്രസും BJPയും ഒരേ നയക്കാരാണ്, ഒരേ നയമാണ് തുടരുന്നത്. ഇന്നലത്തെ BJP ഇന്നത്തെ കോൺഗ്രസ് ആണെന്നുള്ളത് ഇന്നത്തെ BJP ഇന്നത്തെ കോൺഗ്രസ് ആയി മാറുന്ന ആളുകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് നാളത്തെ BJP ആണ്. അത് ഇന്നത്തെ BJP, ഇന്നത്തെ കോൺഗ്രസ്, ഇന്നത്തെ BJP എന്നുള്ള തരത്തിലേക്ക് മാറ്റി എഴുതേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ആനന്ദ് കൊച്ചുകുടിയിലേക്കാണ്. ആനന്ദ്, കൃത്യമായി കോൺഗ്രസിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന മാധ്യമപ്രവർത്തകനാണ് ആനന്ദ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആനന്ദ്, ഈ 2-3 ദിവസമായി, കുറച്ച് ദിവസങ്ങളായി തന്നെ ഇത്തരത്തിലൊരു റൂമർ മാധ്യമപ്രവർത്തകർക്കിടയിൽ നിലനിന്നിരുന്നു. ഇത്തരത്തിൽ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിടാൻ പോവുകയാണ്, BJPയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു ബോധ്യം കുറേയേറെ മാധ്യമപ്രവർത്തകരുടെ മനസ്സിലുണ്ടായിരുന്നു. അതുപോലെ ആനന്ദിനും അത്തരം കാര്യം അറിയാം എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ പത്മജയെ അനുനയിപ്പിക്കാൻ വലിയ നീക്കം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. KC വേണുഗോപാൽ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നൊക്കെയാണ് മനസ്സിലാകുന്നത്. പക്ഷേ അത്തരം അനുനയ നീക്കങ്ങൾക്കൊന്നും അവർ വഴങ്ങിയില്ല. പോകുന്നതിന് കാരണമായി പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ ഇതൊന്നും വിശ്വാസയോഗ്യമായ ഒന്നല്ല പത്മജ വേണുഗോപാൽ പറഞ്ഞത് എന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസിൻ്റെ പ്രതിനിധി തന്നെ വ്യക്തമാക്കുന്നത്. അത്തരം നിരീക്ഷണങ്ങളും അതുതന്നെയാണ് ശരിവെക്കുന്നത്. യഥാർത്ഥത്തിൽ BJPയുടെ കൊടി പിടിക്കാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ ഒരു വലിയ മുഖമാണ്, കോൺഗ്രസിൻ്റെ ഒരു ബിഗ് നെയിമാണ് എന്ന് പറയുമ്പോൾ ഈ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതിരോധത്തിലേക്കല്ലേ പോയിരിക്കുന്നത്? തീർച്ചയായും കോൺഗ്രസ്സിന് വലിയ ഒരു പ്രതിരോധത്തിലേക്ക് പോകേണ്ട അവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംജാതമായിരിക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ സഹോദരനായ K മുരളീധരന് വടകരയിൽ, ഞാനിപ്പോൾ വടകരയിൽ നിന്നാണ്, കഴിഞ്ഞ ആഴ്ച ഞാൻ വടകരയിലായിരുന്നു. അവിടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീമതി KK ശൈലജയുടെയും ശ്രീ K മുരളീധരൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാൻ പറ്റിയ, ഇപ്പോൾ മുരളീധരൻ അത് ഒഫീഷ്യലായിട്ട് തുടങ്ങിയിട്ടില്ല എന്നേ ഉള്ളൂ, എങ്കിലും അവിടെ പല മീറ്റിങ്ങുകളും ഒക്കെ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്രീ K മുരളീധരൻ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് വരുന്ന ഈ അവസ്ഥയിൽ ഈ ഒരു അദ്ദേഹത്തിൻ്റെ സഹോദരി തന്നെ BJPയിലേക്ക് പോകുന്നത്, ഈ വടകര എന്ന് പറഞ്ഞാൽ അത് പലർക്കും അറിയില്ല. അവിടെ ഈ ഒന്നാമത്തെ പാർട്ടി, അവിടെ UDFിലെ ഒന്നാമത്തെ പാർട്ടി കോൺഗ്രസ് അല്ല, ഒന്നാമത്തെ പാർട്ടി ലീഗാണ്. ഞാനങ്ങനെ പറയാൻ കാരണം അവിടെയുള്ള മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തിലെയും റെപ്രസെൻറ്റേഷൻ വെച്ചാണ് ഞാനങ്ങനെ പറയുന്നത്. മിക്ക പഞ്ചായത്തിലും UDFിൽ ഒന്നാം കക്ഷി അല്ലെങ്കിൽ UDFിൽ ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ആകുന്നു അല്ലെങ്കിൽ അങ്ങനെ ആ പദവികൾ റൊട്ടേഷൻ ആണെങ്കിൽ പോലും ആദ്യത്തെ അത് കിട്ടുന്നത് ലീഗിനാണ്. അപ്പോൾ അവിടെ മുസ്ലിം വോട്ടർമാരുടെ ഒരു ഗണ്യമായിട്ടുള്ള കോൺസെൻട്രേഷനുള്ള ഈ വടകര പോലെയുള്ള മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് മലബാറിൽ പല മണ്ഡലങ്ങളിലും അങ്ങനെയുണ്ട്, അതിൽ ടൈറ്റ് ഫൈറ്റായിട്ട് മാറുന്ന, വടകര പോലെയുള്ള ടൈറ്റ് ഫൈറ്റായിട്ട് മാറുന്ന മത്സരങ്ങളിലെല്ലാം കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി കിട്ടാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ ഡെവലപ്മെൻ്റാണ് ഇത് നടക്കുന്നത്. പിന്നെ കോൺഗ്രസിൻ്റെ ഈ നേതാക്കളൊക്കെ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ എനിക്കത്ര ഉറപ്പില്ല ഇത് ശരിക്കും അവരെ തിരിച്ചു കൊണ്ടുവരാനാണോ ശ്രമിച്ചത്, അതെയോ അവരെ അങ്ങോട്ട് തള്ളിവിടുകയാണോ ഇടാനാണോ ശ്രമിച്ചത്. കാരണം കോൺഗ്രസിൽ പലപ്പോഴും ഈ നേതാക്കളൊക്കെ എന്നുള്ള കാര്യമൊക്കെ സംശയിക്കുന്ന ഒരാൾ തന്നെയാണ് ആനന്ദ് പറഞ്ഞു വരുന്നത്, എനിക്ക് മനസ്സിലാകുന്നുണ്ട്.
അതെ, അപ്പോൾ കോൺഗ്രസ്സിൽ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് 10-12 നേതാക്കൾ ഇപ്പോൾ CPM-ലേക്ക് പോകുന്നവർ അങ്ങോട്ട് പോട്ടെ, BJP-യിലേക്ക് പോകുന്നവർ അങ്ങോട്ട് പോട്ടെ എന്ന് വെക്കുന്ന ഒരു നേതൃത്വ സമീപനമാണ് കുറേ കാലമായിട്ട് കേരളത്തിൽ നമ്മൾ കാണുന്നത്. ഒരു നാഥനില്ലാത്ത അവസ്ഥയുണ്ട്. ആരാണ് കോൺഗ്രസിൻ്റെ അവസാന വാക്ക്? പണ്ട് ഒരു കാലത്ത് കെ കരുണാകരനോ അല്ലെങ്കിൽ AK ആൻ്റണിയോ, അതിനുശേഷം ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയോ പോലും ആ ഒരു പദവിയിലുണ്ടായിരുന്നു. ഇപ്പോൾ ആരാണ് വലിയവൻ, ഞാനാണ് വലിയവൻ എന്ന തരത്തിൽ ഇപ്പോൾ മൈക്കിന് വേണ്ടി പോലും കടിപിടി കൂടുന്ന നേതാക്കളുള്ള ഈ സമയത്ത് വേണുഗോപാൽ അവിടെ ദില്ലിയിലിരുന്ന് കേരളത്തിൽ പാർട്ടി പതുക്കെ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇവിടെ ഗ്രൂപ്പ് എന്ന് പറയാവുന്ന വലിയൊരു നിര തന്നെ രൂപം കൊണ്ടിട്ടുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മാത്യു കുഴൽനാടൻ മുതൽ AP അനിൽകുമാർ തുടങ്ങി ദീപ്തി മേരി വർഗീസ് തുടങ്ങി എത്രയോ നേതാക്കൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം T സിദ്ദിഖ് പോലെയുള്ള നേതാക്കൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. പക്ഷേ ഈ തൃശ്ശൂർ തന്നെയുള്ള നേതാക്കൾക്ക് പത്മജ പോയത് വളരെ സന്തോഷത്തോടെയാണ് അവരതിനോട് പ്രതികരിച്ചത്. ഞാൻ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവർക്കെല്ലാം വളരെ സന്തോഷമാണ്. പോകുന്നവർ പോട്ടെ എന്ന് നേതാക്കൾ വെക്കുന്നത് പോലെ തന്നെ തൃശ്ശൂരൊക്കെ ഒരു സീറ്റ് മത്സരിക്കാൻ കിട്ടുമല്ലോ എന്നാണ് ചില നേതാക്കളുടെയൊക്കെ പ്രതികരണത്തിൽ നിന്നും തോന്നുന്നത്. അപ്പോൾ പത്മജ പോയത് കോൺഗ്രസിന് രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അത് BJP-ക്ക് പ്രത്യേകിച്ച് അവർക്ക് പറയാൻ പറ്റും. AK ആൻ്റണിയുടെ മകൻ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട്, കെ കരുണാകരൻ്റെ മകൾ കൂടി ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നപ്പോൾ ഇവിടെ കേരളത്തിൽ BJP കോൺഗ്രസിനെ റീപ്ലേസ് ചെയ്യും എന്ന തരത്തിലുള്ള ക്യാമ്പയിൻ പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലും ഒക്കെ അഴിച്ചുവിടാൻ BJP-ക്ക് സഹായകരമാകുന്ന ഒരു കാര്യമാണ്. അത് നാളെ അവർ ചാലക്കുടിയിൽ ഒരു സീറ്റിനായിട്ട് അവർ മത്സരിക്കുമോ എന്നൊക്കെ കണ്ടറിയണം. എനിക്ക് സംശയമാണ്. അവർക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ചിട്ട് ജയിക്കാൻ പറ്റാത്ത സീറ്റുകൾ താമര ചിഹ്നത്തിൽ നിന്നാൽ ജയിക്കാൻ എന്തായാലും പറ്റുമെന്ന് സംശയമാണ്. അപ്പോൾ ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ ഒരിക്കലും അത് സാധ്യത കാണുന്നില്ല. അപ്പോൾ അവർ മത്സരിക്കാതെ ഇനിയിപ്പോൾ മറ്റു വല്ല ഡിമാൻഡുമായിരിക്കും വെച്ചിരിക്കുന്നത്. എന്തായാലും അവർക്ക് ഈ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് ചില അന്വേഷണമൊക്കെ നേരിടേണ്ടി വരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് തന്നെ ഒരു ഇവിടെ ടൗണിന് വളരെ അടുത്ത് തന്നെ ഒരു പാടത്തിൻ്റെ നടുക്ക് വലിയൊരു വീടും ഒക്കെ ഉള്ള വലിയ സ്വത്തുക്കളൊക്കെ ഉള്ള ഒരു ശ്രീമതി പത്മജ വേണുഗോപാലിനായിട്ട് ഉള്ളതായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യമാണോ ഇനിയിപ്പോൾ BJP-ക്ക് അങ്ങനെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ ഉപയോഗിച്ച് നേതാക്കളെ പൂട്ടുന്ന ഒരു സമീപനമാണുള്ളത്? ഇപ്പോൾ അങ്ങനെ വല്ലതുമാണോ ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത്? കാരണം അവർ കുറച്ച് നാൾ മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഞാൻ മരിച്ചാലും BJP-യിലേക്ക് പോകില്ല എന്ന് പറഞ്ഞിരുന്നു. പെട്ടെന്ന് എന്താണ് ഒരു മാറ്റമുണ്ടായത് എന്നുള്ളത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ആനന്ദ്, ഈ BJP-യുടെ പ്രതിനിധി ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അഡ്വക്കേറ്റ് BG വിഷ്ണുവിനെ അവർ BJP-യുടെ മീഡിയ സെല്ലിൽ നിന്ന് തന്നെ നമുക്ക് അനുവദിച്ചതാണ്. പക്ഷേ കുറേ നേരമായി BG വിഷ്ണുവിനെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഏതോ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. BJP-യുടെ പ്രതിനിധി ചർച്ചയിൽ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ സമാന്തരമായി നമ്മൾ BG വിഷ്ണുവിന് പകരം മറ്റാരെയെങ്കിലും ലഭിക്കുമോ എന്നുള്ള ഒരു അന്വേഷണം കൂടി ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. സ്വാഭാവികമായും പ്രേക്ഷകർക്ക് തന്നെ അത്തരത്തിലൊരു സംശയമുണ്ടാകാം, എന്തുകൊണ്ട് BJP-യുടെ പ്രതിനിധി ഈ ചർച്ചയിൽ ഇല്ല എന്നുള്ളത്. ഒരുപക്ഷെ BJP-യുടെ ഒരു പ്രതിനിധിയെ നമുക്ക് ലഭിച്ചേക്കും. അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. അഡ്വക്കേറ്റ് സേനാപതി വേണുവിലേക്കാണ്. സേനാപതി വേണു, ഇപ്പോൾ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യത്തിൽ നിന്ന് തുടങ്ങാം. ഈ കേന്ദ്ര അന്വേഷണ ഏജൻസി ഭയപ്പെടുത്തി എന്നുള്ള ഒരു ആരോപണമൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ. അതായത് ബിന്ദു കൃഷ്ണ തന്നെയാണ് മഹിളാ കോൺഗ്രസിൻ്റെ സമാരാധ്യയായ നേതാവ്, കൊല്ലം DCC പ്രസിഡന്റൊക്കെയായ ബിന്ദു കൃഷ്ണ തന്നെയാണ് പറഞ്ഞത്, അവർ ED-യെ പേടിച്ചിട്ടാകാം ഒരുപക്ഷെ ഇത്തരത്തിൽ കോൺഗ്രസിനെ വിട്ടുപോയത്, BJP-യിലേക്ക് പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിന് K സുരേന്ദ്രൻ മറുപടി നൽകിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞയാൾ ഞങ്ങളെയും സമീപിച്ചിട്ടുണ്ടെന്ന്. അതായത് ഇതൊരു പത്മജ വേണുഗോപാലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ കൊഴിഞ്ഞുപോക്കാണോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം സംശയിക്കുന്നത്. ഈ പത്മജയുടെ പുറകെ ഇനി ആരെല്ലാമാണ് കോൺഗ്രസിലേക്ക് പോകുന്നത്, അത്തരത്തിൽ പോകേണ്ടി വരിക, അത്തരത്തിലുള്ള ഒരു സന്ദേഹം അണികൾക്കിടയിൽ പോലുമുണ്ട്. നമുക്കറിയാം ഇവിടെ തിരുവനന്തപുരത്ത് VS ശിവകുമാറിൻ്റെ കാര്യം അറിയാം. അദ്ദേഹത്തെ പലതവണ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതാണ്, റെയ്ഡ് നടന്നതാണ്. അത്തരത്തിൽ അനധികൃത സമ്പാദ്യവുമായി ബന്ധപ്പെട്ടൊക്കെ ചങ്കടിക്കുന്ന നേതാക്കൾ നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു പത്മജ വേണുഗോപാലിനെ തള്ളിപ്പറയുന്നത് കൊണ്ട് മാത്രം അവസാനിക്കാൻ പോകുന്ന ഒരു പ്രശ്നമാണോ ഇത്? അല്ല, ശ്രീമതി പത്മജ വേണുഗോപാൽ അദ്ദേഹം കോൺഗ്രസ് പാർട്ടി വിട്ടത് ED-യുടെ സമ്മർദ്ദത്തിലാണോ, ED-യുമായി ബന്ധപ്പെട്ടതായ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നുള്ളത് ഏതായാലും
എനിക്ക് അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളോ അറിയിപ്പുകളോ പാർട്ടിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. അല്ല, അങ്ങയുടെ അറിവിലേക്ക് ഒരു കാര്യം കൂടി പറയാം. ഇതിനു മുമ്പ് ഒരു ചർച്ചയിൽ ദീപ്തി മേരി വർഗീസ്, കോൺഗ്രസിന്റെ നേതാവാണ് ദീപ്തി മേരി വർഗീസ്, ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നു, സ്വകാര്യ സംഭാഷണങ്ങളിൽ പത്മജ വേണുഗോപാൽ ഈ ഒരു പ്രശ്നം മുന്നോട്ട് വെച്ചിരുന്നു. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് അവരുടെ സ്ഥാപനങ്ങളിലും അതുപോലെ വീട്ടിലുമൊക്കെ റെയ്ഡ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. അല്പസമയം മുമ്പ് നടന്നൊരു ചർച്ചയിലാണ് അവർ അത് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അല്ല, എനിക്ക് നീലിമ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് എൻ്റെ അറിവിൽ അങ്ങനെ ഒരു വിഷയം എത്തിയിട്ടില്ല. അതുകൊണ്ട് ഐ എം വെരി സോറി ടു സേ ദാറ്റ്. എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. ആ കാര്യത്തെക്കുറിച്ച് അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്കറിയാൻ മേലാത്തൊരു കാര്യത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഞാൻ പാർട്ടിയുടെ ഒരു വക്താവായിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ എന്തെങ്കിലും അവിവേകമോ അല്ലെങ്കിൽ അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് അത് നമുക്ക് ഏതായാലും നാളെയും മറ്റന്നാളും ഒക്കെ നമ്മൾ ഈ ചർച്ച തുടരേണ്ടി വരുമല്ലോ, നമുക്ക് വിടാം. ഇനി ഞാൻ ശ്രീ അരുൺകുമാർ DYFയുടെ ഒരു നേതാവാണ്, ചെറുപ്പക്കാരൻ, വളരെ സവിസ്തരം അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ആരൊക്കെയാണ് BJPയിലേക്ക് പോയിരിക്കുന്നത് അവരുടെ ഒരു പട്ടിക ഒക്കെ പട്ടികയല്ല, അതിന്റെ എണ്ണവും കാര്യങ്ങളും, ഇന്നത്തെ കോൺഗ്രസ്, ഇപ്പം നീലിമയും പറഞ്ഞതാണല്ലോ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP. അപ്പോൾ ഞാൻ നീലിമയോടും അരുൺകുമാറിൻ്റെ അറിവിലോട്ട് ചോദിക്കുന്നു, ഇന്നലത്തെ എത്ര കമ്മ്യൂണിസ്റ്റുകാർ ഇന്നത്തെ BJPയിലുണ്ട്? ആ ചർച്ചയും കൂടെ നമ്മൾ ഈ പട്ടികയും കൂടെ ഒന്ന് വെക്കണ്ടേ? നമ്മളൊരു രാഷ്ട്രീയ ചർച്ച നടത്തുമ്പോൾ രാവിലെ മുതൽ കേൾക്കുന്നതാണ് പശ്ചിമ ബംഗാളിലെ സാഹചര്യം ഉദ്ധരിച്ചുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്. പശ്ചിമ ബംഗാൾ ത്രിപുരയൊക്കെയാണ് എടുത്തു കാണിക്കുന്നത്. അല്ല നീലിമ, ഞാൻ കേരളത്തിൽ നിന്നുകൊണ്ട് മാത്രം സംസാരിക്കുന്നു. ഞാൻ പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയത്തെ കുറിച്ച് ഇപ്പൊ പറയുന്നില്ല ഈ ചർച്ചയിൽ. ഞാൻ കേരളത്തിൽ നിന്നുകൊണ്ട് പറയുന്നു. കേരളത്തിൽ നിന്ന് CPMൽ നിന്ന് ആദ്യമായി BJPയിൽ പോകുന്ന അറിയപ്പെടുന്ന ഒരു നേതാവ് ആരാണെന്നറിയോ? CK പത്മനാഭൻ. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വരെയായി. അദ്ദേഹം പഴയ KSYFൽ ശ്രീ പിണറായി വിജയനോടൊപ്പം സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു ഭാരവാഹിയായിരുന്നു CK പത്മനാഭൻ. അദ്ദേഹം BJPയിൽ ചേക്കേറിയിരിക്കുകയാണ്. ഒരുപക്ഷെ അങ്ങയുടെ അറിവിലും ഉണ്ട്. കേരളത്തിൽ നയനാർ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്നു CV വിശ്വനാഥ മേനോൻ, വടക്കോട്ട് വിശ്വനാഥ മേനോൻ. എറണാകുളത്ത് അദ്ദേഹത്തെ വിളിക്കുന്ന അമ്പാടി വിശ്വ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം സേവ്യർ അറക്കൽ മരിച്ചതിന് ശേഷം നടന്ന എറണാകുളത്തെ പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ അന്ന് NDA എന്ന രൂപത്തിലുണ്ടോയെന്ന് അറിയില്ല, BJPയുടെയും സഖ്യകക്ഷികളുടെയും സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അപ്പോൾ അതും പോയി. ഇനി ഞാൻ ഉപയോഗിക്കട്ടെ, കാഞ്ഞിരപ്പള്ളിയിൽ മുമ്പ് ഇടതുപക്ഷത്തിന്റെ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അൽഫോൻസ് കണ്ണന്താനം. അദ്ദേഹം വന്നപ്പോൾ എന്തായിരുന്നു, ഇടതുപക്ഷക്കാർ പറഞ്ഞ IAS ഉദ്യോഗസ്ഥൻ വന്നിരിക്കുന്നു, ഇനി ഇവരൊന്നും പോകത്തില്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങ് മുറുകി നിൽക്കുന്നു എന്ന് പറഞ്ഞ അൽഫോൻസ് കണ്ണന്താനത്തെ പിന്നെ നമ്മൾ കാണുന്നത് BJPയുടെ പാളയത്തിലാണ്. ഞാൻ ഇടുക്കിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇടുക്കിയിൽ CPMന്റെ ഒരു പഴയ നേതാവ് ഉണ്ടായിരുന്നു, CM മണിക്കൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആൾ, ശ്രീനഗരി രാജൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. CPMന്റെ ജില്ലാ സെക്രട്ടറി പദവിയിലേക്ക് M മണിക്കെതിരെ മത്സരിച്ച് വളരെ പരിമിതമായ, പാർട്ടിയുടെ വോട്ടിംഗ് സംവിധാനം എന്താണെന്ന് എനിക്കറിയില്ല, അദ്ദേഹമാണ് ജയിച്ചതെന്നാണ് ആദ്യം കേട്ടത്. ഏതായാലും പിറ്റേ ദിവസം M മണിയാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി. ആ ശ്രീനഗരി രാജൻ അവിടെ നിന്ന് പോയി CPMലെത്തി, BJPയിലെത്തി. BJPയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി ശ്രീ PT തോമസിനെതിരെ ഇടുക്കിയിൽ മത്സരിച്ചയാളാണ്. ഞാൻ ഒരാളെ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. അത് മറ്റാരുമല്ല, അത് ഇപ്പോ BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ആളാണ്. ആളുടെ പേരറിയാം, AP അബ്ദുള്ളക്കുട്ടി. അബ്ദുള്ളക്കുട്ടി ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നല്ലോ ആദ്യം, അവിടെ നിന്നല്ലേ BJPയിലേക്ക് പോയത്? അല്ല, ഞങ്ങളുടെ പാർട്ടിയിൽ വരുന്നത് SFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ കേന്ദ്ര കമ്മിറ്റിയോ കേന്ദ്ര സെക്രട്ടറിയോ പ്രസിഡന്റോ ഒക്കെ ആയ ആളാണ്. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വളർന്ന, അതായത് താങ്കൾക്ക് വലിയ ആത്മവിശ്വാസമുണ്ട് കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് ഇനി ഒരു കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകില്ല എന്ന് ആത്മാർത്ഥമായി താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ പോയിരിക്കുന്ന ആളുകൾക്ക് അവര് അങ്ങനെ പ്രത്യേകിച്ച് അനുയായികളോ അണികളോ അല്ലെങ്കിൽ 10 പേരെ കൂടെ കൂട്ടാൻ പറ്റുന്ന ആളോ ശ്രീ അനിൽ ആന്റണി പോയിരിക്കുന്നു. ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു ബൂത്ത് കമ്മിറ്റി രൂപീകരിക്കാൻ, ഒരു മണ്ഡലം കമ്മിറ്റി കരുണാകരൻ എന്നും അതുപോലെ ആന്റണി എന്നുമുള്ള ലേബലാണ് BJP ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. BJPയുടെ പ്രതിനിധി ശ്രീ ശ്യാംകുമാർ, സ്വാഗതം ഈ ചർച്ചയിലേക്ക്. MS ശ്യാംകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശ്യാംകുമാർ, ഇന്ന് പത്മജയുടെ BJP പ്രവേശനത്തെക്കുറിച്ച് മുരളീധരൻ, അവരുടെ സ്വന്തം സഹോദരൻ, പറഞ്ഞത് ഇതിൽ പരം എന്ത് പരിഗണനയാണ് ഒരു പ്രവർത്തകയ്ക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ലഭിക്കാനാവുക? പാർലമെന്ററി രംഗത്തായാലും അതുപോലെ സംഘടനാ രംഗത്തായാലും വലിയ രീതിയിലുള്ള പരിഗണന അനുഭവിച്ച ആളാണ്. ഒരു
വർക്ക് അറ്റ് ഹോമിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഇതിൽ പരം പരിഗണന, എന്ത് പരിഗണനയാണ് നൽകേണ്ടത്? പത്മജ ചെന്നതുകൊണ്ട് കാൽ കാശിന്റെ പ്രയോജനം ആ പാർട്ടിക്ക് ഉണ്ടാവില്ല, അതായത് നിങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടാകില്ല എന്ന് ആണ് കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. എന്തെങ്കിലും ഗുണം പത്മജ വരുന്നത് കൊണ്ട് BJPക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അത് ശ്രീ മുരളീധരൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ നിരാശയിൽ നിന്ന് ഉടലെടുത്ത വാക്കുകളാണ്. ആ വാക്കുകൾക്ക് നമ്മൾ മറ്റൊരർത്ഥവും കൊടുക്കേണ്ടതില്ല. ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരളത്തിലും ധാരാളം ആളുകൾ മുങ്ങുന്ന കപ്പലിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. അത് കേരളത്തില് അല്പം വൈകിയാണെങ്കിലും ഈ സാക്ഷാൽ കരുണാകരന്റെ മകളും എ കെ ആന്റണിയുടെ മകന് പിന്നാലെ വരുന്നു എന്നുള്ളത് ഒരു ശുഭോദരമായ കാര്യമാണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് യാതൊരു പ്രതീക്ഷയും ഈ രാജ്യത്ത് നൽകാനില്ല. അല്ലെങ്കിൽ രാജ്യത്തിന്റെ പരിവർത്തനത്തിനും രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിലേക്കും രാജ്യപുരോഗതിക്കും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണെന്ന് കോൺഗ്രസ്സുകാർ ആരും വിശ്വസിക്കുന്നില്ല. കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുരളീധരന് വരാൻ ഒരുപക്ഷെ കാലതാമസം എടുക്കുന്നെന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ധാരാളം കോൺഗ്രസ് പ്രവർത്തകരെ ഇന്ന് നിരാശയിലാണ്. അവർക്ക് മുന്നോട്ടുള്ള അവരുടെ യാത്ര തടസ്സപ്പെട്ടിരിക്കുന്നു. അതായത് ശ്യാംകുമാർ, താങ്കൾ പറയുന്നത് നാളെ മുരളീധരനും നാളെ ഇപ്പോൾ പത്മജയെ വിമർശിക്കുന്ന കെ മുരളീധരനും നാളെ BJPയിലേക്ക് എത്തുമെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ, കാരണം നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ കണ്ടു, ഹിമാചൽ പ്രദേശിൽ കണ്ടു, ഓരോ സംസ്ഥാനത്തും വളരെ വളരെ മുതിർന്ന അവരുടെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാര് അതുപോലെയുള്ള ആളുകൾ BJPയിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കോൺഗ്രസിലുള്ള വിശ്വാസം, ജനവിശ്വാസം നഷ്ടപ്പെട്ടു. ജനങ്ങൾക്ക് നേരത്തെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഇപ്പൊ പാർട്ടി നേതാക്കന്മാർക്കും കേരളത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. നമ്മൾ കണ്ടതല്ലേ പരസ്പരം KPCC പ്രസിഡന്റും VD സതീശനും പ്രതിപക്ഷ നേതാവും ഒരുമിച്ചിരുന്ന് നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ പോലും എന്തൊരു ഐക്യമാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ നിരാശരാണ്. അവർക്ക് മറ്റൊരു മാർഗവുമില്ല. ഈ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനത്തിൽ നിന്നും പ്രവർത്തനക്ഷമമായ അല്ലെങ്കിൽ രാജ്യപുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമാകാൻ കഴിയുന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു ചിന്തയാണ്. ആ ചിന്തയിലേക്ക് കടന്നു വരുന്നവരെ ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും അവർക്കും അവരുടേതായ പങ്ക് വഹിക്കാനുണ്ട്. ഓരോ തലങ്ങളിലും അവർക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയും. പ്രത്യേകിച്ച് തൃശ്ശൂരിലെ പത്മജയുടെ തട്ടകമായിരുന്നു. അവര് വരുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ അങ്കലാപ്പ് ഉണ്ടായിട്ടുണ്ട്. ആ അങ്കലാപ്പിന്റെ പ്രതിഫലനമാണ് മുരളീധരന്റെ വാക്കുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തെ പക്ഷേ ശ്യാംകുമാർ, തൃശ്ശൂരിലെ കാര്യമൊക്കെ പറയുമ്പോൾ തൃശ്ശൂരിൽ പത്മജ 3 തെരഞ്ഞെടുപ്പുകളിൽ തൃശ്ശൂർ ജില്ലയിൽ നടന്ന 1 ലോക്സഭ, മൂന്നപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പത്മജ ബിഗ് സീറോയാണെന്ന് തെളിയിച്ചു. കരുണാകരന്റെ അനുകൂലികൾ പോലും വോട്ട് ചെയ്തില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേട്ടം എത്രത്തോളം നിങ്ങൾക്കുണ്ടാകും? കെ കരുണാകരന്റെ മകളെ BJPയിലേക്ക് എത്തിച്ചു എന്ന വലിയൊരു ഫെയിമിനപ്പുറത്തോട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സ്വാധീനം, അവരുടെ കൂടെ ആളുണ്ട് എന്നൊക്കെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അല്ല, അതൊരു ചലനമാണ്. കാരണം കോൺഗ്രസ് നേതാക്കൾക്ക് പ്രസ്ഥാനത്തിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടതിന്റെ ഒരു പ്രതിഫലനമാണിത്. അത് വലിയൊരു വോട്ടായിട്ട് മാറും. അതിപ്പോ കേവലം പത്മജയോ അല്ലെങ്കിൽ അനിൽ ആന്റണിയോ വരുന്നതല്ല പ്രശ്നം. ഈ രാജ്യത്ത് സാധാരണ ജനങ്ങൾക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമല്ലാതായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു മാറ്റവും ഒരു സൂചനയുമാണ് പത്മജയുടെയും അനിൽ ആന്റണിയുടെയും ഒക്കെ വരവ്. അതുകൊണ്ട് ഞാൻ അങ്ങയിലേക്ക് വരാം. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇന്ന് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ഈ കെ മുരളീധരന്റെ വിമർശനത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് മാധ്യമപ്രവർത്തകർ അവരോട് ചോദിച്ചത്. നാളെ മുരളീധരൻ ജി എന്ന് വിളിക്കേണ്ടയാൾ ആണ്, അതിനാൽ ഇപ്പോൾ കെ മുരളീധരന് മറുപടിയില്ല എന്ന് പറയുകയാണ്. ഞാൻ നേരത്തെ ചില നേതാക്കളുടെ പേരൊക്കെ പറയുകയുണ്ടായി. ഇപ്പോൾ BJPയുടെ പ്രതിനിധിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ടത് ഒട്ടേറെ പേർ BJPയുടെ വിളി കാത്ത് അവിടെ കാത്തിരിക്കുന്നു എന്നാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ നമുക്കറിയാം, മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ, കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ തട്ടകത്തിലേക്ക് വന്നു. 120ഓളം MP-മാർ കോൺഗ്രസിൻ്റെ പശ്ചാത്തലമുള്ളവരാണ്. പഴയ കോൺഗ്രസ് ആണ് ഇപ്പോൾ പുതിയ BJPയായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലും ആ ഉത്തരേന്ത്യയിലെല്ലാം അലയടിച്ച ആ കൊടുങ്കാറ്റ്, BJP അഴിച്ചുവിട്ട ആ കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ് കേരളത്തെയും വിഴുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു എന്നല്ലേ ഈ സാഹചര്യം സൂചിപ്പിക്കുന്നത്?
തീർച്ചയായും ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ വാക്ക് നമ്മളെല്ലാവരും കേട്ടതാണ്. കെ മുരളീധരന് മറുപടി കൊടുക്കേണ്ടതാണ്. പക്ഷേ മുരളി ജി എന്ന് നാളെ വിളിക്കേണ്ടി വന്നാൽ, കുറേ നാൾ കഴിഞ്ഞല്ല, നാളെ വിളിക്കേണ്ടി വന്നാൽ ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും സംസ്ഥാന വക്താക്കളും പറഞ്ഞത്, പലരും ഞങ്ങളോട് വിലപേശുകയും ഞങ്ങളെ സമീപിക്കുകയും ചെയ്ത പ്രമുഖന്മാർ കോൺഗ്രസിലുണ്ട്, ഒരു മര്യാദ അനുസരിച്ച് ഞങ്ങൾ ഇപ്പോൾ അത് പറയുന്നില്ല എന്ന രൂപത്തിലാണ്. അപ്പോൾ വിലപേശലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളും എല്ലാം നിരവധി നടക്കുന്നുണ്ട് എന്നതാണ്. വരും ദിവസങ്ങളിൽ അതെല്ലാം പുറത്തു വരും എന്ന രൂപത്തിലുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം, LDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു മതേതര പാർട്ടിയായി കോൺഗ്രസ് ശക്തമായിട്ട് നിലകൊള്ളണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. കോൺഗ്രസ് തകർന്നു പോകണമെന്നോ തളർന്നു പോകണമെന്നോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അടുത്ത കാലത്തായി കോൺഗ്രസ് മൃദു ഹിന്ദുത്വത്തിലൂടെ BJP എന്ത് സമീപനമാണോ സ്വീകരിക്കുന്നത് അതേ സമീപനം തന്നെ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രം പണിയാൻ വെള്ളി ഇഷ്ടികയുമായി പോയത് കമൽനാഥാണ്. ആ ചടങ്ങുകൾക്ക് എന്നെ വിളിച്ചില്ല എന്ന് ഏറ്റവും വിഷമതയോടെ പറഞ്ഞത് നമുക്കറിയാം പ്രിയങ്ക ഗാന്ധിയാണ്. നമുക്ക് ആ കാര്യങ്ങളുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം മൃദു ഹിന്ദുത്വം സ്വീകരിച്ച് പതിയെ കോൺഗ്രസ് BJP ആയി മാറുകയാണ്. ഇപ്പോൾ ശ്രീ അഡ്വക്കേറ്റ് സേനാപതി രാജു പഴയകാലം എന്തോ CK പത്മനാഭന്റെ പേരൊക്കെയാണ് എടുത്തു പറഞ്ഞത്. പുതിയ പേരുകളൊന്നും പറയാൻ അദ്ദേഹത്തിന് കിട്ടിയില്ല. എന്നാലൊന്ന് ചോദിച്ചോട്ടെ, 10-15 സേനാപതി വേണു, സോറി. അപ്പൊ 10-12 പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഇപ്പോൾ BJPയിലാണ് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ? ഇപ്പൊ കർണാടകത്തിലെ മുൻ മുഖ്യമന്ത്രി SN കൃഷ്ണ എത്ര തവണ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നു? അഖിലേന്ത്യാ നേതാവായിരുന്നില്ലേ? ഉത്തർപ്രദേശിലെ ജഗദാംബിക പാൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി എത്ര തവണ പ്രവർത്തിച്ച ആളാണ്? ഉത്തരാഖണ്ഡിലെ വിജയ് ബഹുഗുണ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി വർഷങ്ങൾ പ്രവർത്തിച്ച ആളല്ലേ? പഞ്ചാബ് മുഖ്യമന്ത്രി നിങ്ങളുടെ കരുത്തനായ നേതാവായില്ലേ അമരീന്ദർ സിംഗ്? വേറൊരു പാർട്ടി ഉണ്ടാക്കി ഇപ്പോൾ BJPയുടെ നേതാവായി മാറിയില്ലേ? ഒഡീസയിലെ ഗിരിധർ ഗോമന്ത് നിങ്ങളുടെ മുഖ്യമന്ത്രിയായി എത്ര വർഷം പ്രവർത്തിച്ചു? 3 തവണ UP മുഖ്യമന്ത്രിയായി കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായിരുന്നു ND തിവാരി. അതുപോലെ തന്നെ ഗോവയിലെ ദിഗംബർ കാമത്ത് നിങ്ങളുടെ നേതാവായി നിങ്ങളുടെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച ആളല്ലേ? അതുപോലെ കാശ്മീരിലെ ഗുലാം നബി ആസാദ് നിങ്ങളുടെ കരുത്തനായിട്ടുള്ള നേതാവായിരുന്നില്ലേ? ഗുലാം നബി ആസാദ് എത്ര തവണ മുഖ്യമന്ത്രിയായി? അരുണാചൽ പ്രദേശിൽ 45 MLA-മാരുമായി മുഖ്യമന്ത്രിയായ പ്രേമ ഗഡു ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു, ഈ നിമിഷം വരെ ഞങ്ങൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ്, ഇപ്പോഴേ ഞങ്ങൾ BJP ആയി മാറിയിരിക്കുന്നു. പത്രസമ്മേളനത്തിൽ വെച്ച് BJP ആയി മാറി. മഹാരാഷ്ട്രയിലെ നാരായണ റാണെ സമുന്നതനായ നേതാവും നിങ്ങളുടെ മുഖ്യമന്ത്രിയായിരുന്നു. ആന്ധ്രാപ്രദേശിലെ കിരൺ കുമാർ റെഡ്ഡി ഏറ്റവും അവസാനം ഇപ്പോൾ മഹാരാഷ്ട്രയിലെ അശോക് ചവാൻ വരെ അങ്ങ് BJPയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കമൽനാഥ് ചർച്ച നടത്തി അവസാനം അച്ഛനും മകനും ഒരേപോലെ പരിഗണന കിട്ടണമെന്ന് പറഞ്ഞതിൽ എന്തോ തർക്കമുണ്ടായിട്ടാണല്ലോ ഇപ്പോൾ ആ ചർച്ച ഇടയ്ക്ക് വെച്ച് നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ന്യായ് യാത്ര, രാഹുൽ ഗാന്ധി നയിക്കുന്ന ന്യായ് യാത്ര മധ്യപ്രദേശിലൂടെ കടന്നു പോകുമ്പോൾ അതെ, കമൽനാഥിന്റെ മകൻ MP ആയി വിജയിച്ചിരിക്കുന്ന മണ്ഡലത്തിൽ 6 MLA-മാർ കോൺഗ്രസിന്റെ MLA-മാരാണ്. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ ജാഥയെ സ്വീകരിക്കാൻ ഈ 6 MLA-മാരും വന്നില്ല എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇതെല്ലാം പോട്ടെ, ഇപ്പൊ കോൺഗ്രസിന്റെ BJPയുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന 4 പേർ പഴയകാല കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായിരുന്നു. അതായത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും BJP മുഖ്യമന്ത്രിയുമായിട്ടും പ്രവർത്തിച്ചു. ത്രിപുരയിലെ മുഖ്യമന്ത്രി മണിക് സാഹ പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്, ഇപ്പോൾ BJP മുഖ്യമന്ത്രിയാണ്. ആസാമിലെ ഹേമന്ത് വിശ്വ ശർമ്മ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നു, ഇപ്പോൾ BJPയുടെ മുഖ്യമന്ത്രിയാണ്. മണിപ്പൂരിലെ N ബീരൻ സിംഗ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നു, BJP മുഖ്യമന്ത്രി. അപ്പൊ അരുണാചൽ പ്രദേശിൽ ആദ്യം പറഞ്ഞ പ്രേമ ഖണ്ഡു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, BJP മുഖ്യമന്ത്രി. ഇതെല്ലാം നമ്മൾ കാണുകയല്ലേ. ഇതെല്ലാം പോട്ടെ, കേരളത്തിലെ സാഹചര്യം നിങ്ങൾ നോക്ക്. അനിൽ ആന്റണി, ടോം വടക്കൻ അഖിലേന്ത്യാ വക്താവായി ഇരിക്കുമ്പോഴല്ലേ നേരെ ഇന്നലെ വരെ കോൺഗ്രസിന്റെ വക്താവായി പെട്ടെന്ന് BJPയുടെ വക്താവായി മാറി. C രഘുനാഥ് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെതിരെ മത്സരിച്ച കൈപ്പത്തി ചിഹ്നത്തിലുള്ള ആ മതിലെഴുത്ത് ഇപ്പോഴും അവിടെ മാഞ്ഞിട്ടില്ല. ഇപ്പൊ കണ്ണൂരിലെ BJP സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുകയാണ്. ഡോക്ടർ KS രാധാകൃഷ്ണൻ നിങ്ങൾ PSCയുടെ ചെയർമാനാക്കി കണ്ണൂരിൽ BJPയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ PSCയുടെ ചെയർമാനായി നിങ്ങൾ അവരോധിച്ച ആളാണ്. അരുൺ, KS രാധാകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസിന്റെ താത്വിക ആചാര്യനാണ്. കോൺഗ്രസുകാർക്ക് ക്ലാസ് എടുക്കാൻ പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. വളരെ പെട്ടെന്നാണ് BJPയിലേക്ക് ഷിഫ്റ്റ് ആയത്. അതെ ഡോക്ടർ അബ്ദുൾ സലാം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി കോൺഗ്രസിന്റെ മെയിൻ ആളായിരുന്നു, നേരെ BJP ആയി മാറി. KK നാരായണൻ കാസർഗോഡ് DCC ജനറൽ സെക്രട്ടറിയാണ്, ഒരു പത്രസമ്മേളനം വിളിച്ച് നേരെ BJP ആയി മാറി. പന്തളം പ്രതാപൻ, പന്തളം സുധാകരന്റെ അനുജനാണ്, ദേവസ്വം ബോർഡിന്റെ വലിയ നേതാവായിരുന്നു, ഒറ്റയടിക്ക് അങ്ങ് മാറി. അതുപോലെ തന്നെ OBC കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി VR മോഹനൻ പത്രസമ്മേളനം വിളിച്ചതേ ഒറ്റ സമയം കൊണ്ട് BJP ആയി മാറി. മുൻ ദേവസ്വം ബോർഡ് ചെയർമാനാണ് രാമൻ നായർ. രാമൻ നായരൊക്കെ ഇപ്പൊ നേരെ BJPയുടെ നേതാവായി മാറി.
വിജയൻ തോമസ് KPCCയുടെ ജനറൽ സെക്രട്ടറി ഒരു പത്രസമ്മേളനം നടത്തി നേരെ അങ്ങ് മാറി. ഇപ്പൊ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ആഴ്ച പോയി. അപ്പൊ ഇതൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പൊ പഴയകാല CPM-കാർ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് എത്ര ഡിഫൻസ് എടുത്താലും നിങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. എന്താണ് ഈ കോൺഗ്രസ് ഇങ്ങനെ ഒറ്റ പത്രസമ്മേളനത്തിലൂടെ BJP ആയി മാറുന്നത് എന്ന പ്രശ്നം ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ നയവും BJPയുടെ നയവും ഒരേ നയം തന്നെയാണ്. ആ നയം ഒരേ നയമാകുമ്പോൾ ഏത് മുന്നണിയിൽ ഏത് പാർട്ടിയിൽ പ്രവർത്തിച്ചാലും ഒരു കുഴപ്പമില്ല എന്ന രൂപത്തിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത് ജയിപ്പിച്ചാലും ആ MP-മാർ നേരെ പോയി BJPയുടെ MP-മാരായി മാറും എന്നതിൽ യാതൊരു സംശയമില്ല. ആദ്യം സൂചിപ്പിച്ചല്ലോ, ഇന്ത്യൻ പാർലമെന്റിൽ 303 MP-മാരാണ് BJPക്കുള്ളത്. അതിൽ 212 പേരും പഴയകാല കോൺഗ്രസ് നേതാക്കന്മാരും MP-മാരും കോൺഗ്രസ് പശ്ചാത്തലമുള്ളവരാണ് എന്ന ചോദ്യമാണ് ഏറ്റവും ഗൗരവമായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കടുത്ത ആശങ്ക, കോൺഗ്രസിന്റെ ഭാഗമായി അണിനിരന്നിരുന്നവർ വരെ ഇപ്പോൾ കടുത്ത ആശങ്കയിലാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നതും സ്ഥാനാർത്ഥി അരുൺ, ഞാൻ അങ്ങയിലേക്ക് വരാം. ആനന്ദ് ഒറ്റ മിനിറ്റ് ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞ നേതാവ് അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് ആ നേതാവിന്റെ പിന്നിൽ അണിനിരക്കുന്നവർ RSS ശാഖയ്ക്ക് ഞാൻ കാവൽ നിന്നിട്ടുണ്ട് എന്ന് പറയുന്ന അഭിമാനത്തോടെ പറയുന്ന KPCC പ്രസിഡന്റ് ആനന്ദ് കൊച്ചുകുടി, ഇപ്പോൾ വന്ന ഒരു രസകരമായ ഒരു വാർത്തയാണ്. താങ്കൾ മാധ്യമപ്രവർത്തകനായതുകൊണ്ടാണ് അതിലേക്ക് ഞാൻ പോകുന്നത്. 1 ലക്ഷത്തിലധികം പേർ പിന്തുടരുന്ന പത്മജയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട്, അതിൽ ED വന്നാൽ പിന്നെ ഗുരുവായൂരപ്പനെ കൊണ്ടും രക്ഷിക്കാൻ കഴിയില്ല, BJPയിൽ ചേരുകയേ ഒരു നിവൃത്തി കണ്ടുള്ളൂ, അത്രയേ ഞാനും ചെയ്തുള്ളൂ. വളരെ നിഷ്കളങ്കമായി പത്മജ വേണുഗോപാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണിത്. നിമിഷങ്ങൾക്കകം അത് ഡിലീറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു അപകടം നമ്മൾ കാണാതിരുന്നുകൂടാ. ആനന്ദിനും അറിയാമായിരിക്കും ഒരു പക്ഷേ ഈ ഇൻകം ടാക്സിൻ്റെയൊക്കെ റെയ്ഡ് പരിശോധന ഈ കുടുംബത്തെ കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്നു എന്ന് അവർ പല കോൺഗ്രസ് സർക്കിളുകളിലും പറഞ്ഞതായാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു പേടി കൊണ്ടുകൂടിയായിരിക്കുമോ ഒരു പക്ഷേ ഒരാളും വിശ്വസിക്കാത്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിങ്ങനെ BJPയിലേക്ക് ചേക്കേറുമ്പോൾ അത്തരത്തിലൊരു ഘടകം നമ്മുടെ മുന്നിലുണ്ടോ? ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ BJPയുടെ പല മുഖ്യമന്ത്രിമാരും ഇത്തരത്തിൽ EDയുടെ പീഡനം സഹിക്കവയ്യാതെ BJPയിലേക്ക് ചേക്കേറിയവരാണ്. അതാണ് പാരമ്പര്യം. അതുകൊണ്ടും അത് മുൻനിർത്തിക്കൊണ്ടുകൂടിയാണ് ഇപ്പോൾ പത്മജയുടെ കാര്യത്തിൽ ഞാൻ ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുന്നത്. തീർച്ചയായും ഈ BJPയുടെ ഒരു നടപടിക്രമം അങ്ങനെയാണല്ലോ. അവർക്ക് ചില നേതാക്കളെയൊക്കെ നോട്ടമുണ്ട്. അപ്പോൾ കേരളത്തിലാണെങ്കിൽ പിന്നെ കിട്ടാവുന്നവരെയെല്ലാം ആര് വന്നാലും സ്വീകരിക്കാം എന്നുള്ള ഒരു ലൈനാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. കാരണം കേരളത്തിൽ അവർക്ക് വലിയ സീനിയർ നേതാക്കളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇതുപോലെ EDയോ CBIയോ അല്ലെങ്കിൽ ഇൻകം ടാക്സോ ഇത് ഏതെങ്കിലും വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും നേതാക്കൾക്കെതിരെയൊക്കെ പരിശോധനകൾ ഉണ്ടാകുന്നുണ്ടോ, അവരെയൊക്കെ അവരുടെ പാളയത്തിലെത്തിക്കുക. ഇപ്പോൾ ഏറ്റവും അടുത്ത് TMCയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് BJPയിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ എത്തിയതിന് ശേഷം ഒരു അന്വേഷണവും ഉണ്ടാകുന്നില്ല. അങ്ങനെ കുറേ നേതാക്കളുടെ ഒരു പട്ടിക തന്നെയുണ്ട്. അത് ഏറ്റവും കൂടുതൽ കോൺഗ്രസിൽ നിന്നാണ് പോയിരിക്കുന്നത്. മറ്റ് പ്രാദേശിക കക്ഷികളിൽ നിന്നും ഇതുപോലെ നേതാക്കൾ പോയിട്ടുണ്ട്. കേരളത്തിലും ഈ ഒരു ഓപ്പറേഷൻ തുടങ്ങുന്നു എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഇവിടെ ഇപ്പം നേരത്തെ പറഞ്ഞൊരു പേര് VS ശിവകുമാറിൻ്റെയാണ്. അങ്ങനെയുള്ള നേതാക്കളൊക്കെ ചിലപ്പോൾ നമുക്കറിയില്ല നാളെ ഏത് പാളയത്തിലാണ് ഉണ്ടാകുക എന്ന്. കാരണം ഇതൊക്കെ ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ എനിക്കറിയാം വളരെ പണ്ട് ഇവിടെ അതായത് ഒരു 2016 കാലഘട്ടത്തിൽ അന്ന് കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ BJPയിലേക്ക് പോകാത്ത ഒരു കാലമാണ്. അന്ന് ഇവിടെ 90 വയസ്സ് കഴിഞ്ഞ രാമപുരത്ത് ജീവിക്കുന്ന MM ജേക്കബ് എന്ന് പറയുന്ന ഒരു മുതിർന്ന കോൺഗ്രസ്സുകാരൻ 90 വയസ്സ് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അന്നത്തെ BJPയുടെ രാം മാധവ് എന്ന ജനറൽ സെക്രട്ടറി പോയി കാണുകയാണ്. പ്രത്യേകിച്ച് വാർത്തയൊന്നും വന്നിട്ടില്ല, പക്ഷേ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലും 90 വയസ്സ് കഴിഞ്ഞ മുൻ ഒരു ഗവർണറെ പോലും ചാക്കിട്ട് പിടിക്കാൻ അന്ന് ആ കാലത്ത് BJP ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് സുരേന്ദ്രൻ പറഞ്ഞ കാര്യം ബിന്ദു കൃഷ്ണയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടെന്ന കാര്യം
സുരേന്ദ്രൻ ഒരു വിടുവായനാണ്, പക്ഷേ ഈ പല കോൺഗ്രസിൻ്റെ നേതാക്കളെയും ഇവർ സമീപിക്കുന്നുണ്ട്, അവർക്ക് വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നൊക്കെയുള്ളത് നമ്മളും കേൾക്കുന്നതാണ്. ഇതിൽ ആരൊക്കെ വീഴും? ചിലർ EDയുടെ പേരിൽ വീഴുമായിരിക്കും, ചിലർ മറ്റേതെങ്കിലും വാഗ്ദാനങ്ങളുടെ പേരിൽ സീറ്റുകളുടെയോ അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റോ അങ്ങനെ മറ്റെന്തെങ്കിലും വാഗ്ദാനത്തിൽ വീഴുമായിരിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ വീണാൽ ഇത് കേരളം നമ്മൾ ഇതുവരെ കരുതിയിരുന്നു. ഇപ്പോൾ ഇവിടെ ശ്രീ അരുൺകുമാറും ശ്രീ സേനാപതി വേണുവും കുറേ പേരുകളൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാൽ പോലും കേരളത്തിലെ രാഷ്ട്രീയം ഉത്തരേന്ത്യൻ രാഷ്ട്രീയവുമായിട്ട് കുറച്ച് മാറ്റമുണ്ടായിരുന്നു. ഇത്രയും കാലം ഈ കരിയറിസ്റ്റുകളായിട്ടുള്ള ഒരു നേതാക്കളുടെ ഒരു കുത്തൊഴുക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ ഇപ്പോഴും ഒരു സോഷ്യൽ സർവീസ് എന്ന രീതിയിൽ രാഷ്ട്രീയത്തെ കാണുന്ന വലിയൊരു സംഘം രാഷ്ട്രീയക്കാരുണ്ട്. ആ ഒരു അതിലൊരു മാറ്റം വരുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇങ്ങനെ നേതാക്കൾ BJPയിലേക്ക് ഒഴുകാൻ തുടങ്ങിയാൽ അത് വലിയ മാറ്റങ്ങൾക്ക് തന്നെ ഒരു തുടക്കമായിരിക്കും. ഒരു പ്രൊഫഷണൽ പാർട്ടിയാണ് എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന ഈ ഘട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി കേരളത്തിൽ നിന്നടക്കം വരാൻ പോകുന്നത് എന്ന് കണ്ടറിയണം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഈ പത്മജയുടെ ഈ പോക്ക് എങ്ങനെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ പ്രകടമാകുക, എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നതുകൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ശ്രീ MS ശ്യാംകുമാറിലേക്കാണ്. ശ്യാംകുമാർ, ഇപ്പോൾ പത്മജയുടെ വരവ് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയാണ് BJP കേന്ദ്രങ്ങൾ. അനിൽ ആന്റണി വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. നിങ്ങൾ ഇവിടെ കോൺഗ്രസിനെ വളർത്തിയ ആളുകളുടെ പാരമ്പര്യം മുൻനിർത്തിയാണല്ലോ ഇത്തരത്തിൽ ആളുകളെ സെലക്ട് ചെയ്യുന്നത്. ഒരു ഫെയിമിന് വേണ്ടിയാണ്. അതായത് K കരുണാകരൻ്റെ മകൾ വരുന്നു, അതുപോലെ ആന്റണിയുടെ മകൻ വരുന്നു, അതുപോലെയുള്ള നേതാക്കൾ, പ്രമുഖരായ നേതാക്കളുടെ മക്കൾ ഇവിടെയുണ്ട്. അവരെയൊക്കെ നിങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചില തമാശകൾ കൂടി മുൻനിർത്തിയാണ് ഞാൻ അങ്ങയോട് ഈ ചോദ്യം ചോദിക്കുന്നത്. ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ ഈ പാർട്ടിയെ അങ്ങേയറ്റം വളർത്തി വലുതാക്കിയ ആളുകളാണ്. അതെ, ആയിക്കോട്ടെ. ഞാൻ ഓരോ പാർട്ടിക്കും ഓരോ ദൗത്യം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൗത്യം ഏറെക്കുറെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പൂർത്തിയായി കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് ഇനിയുള്ള കാലം ദീർഘകാലം ഭാരതീയ ജനതാ പാർട്ടിയുടെ കാലമാണ്. അപ്പൊ നമുക്ക് ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നവരെല്ലാവരും BJPയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് പല വിധത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ട് തടയിടാൻ സാധിക്കത്തില്ല. ഇപ്പൊ EDയെ ഉപയോഗിച്ചാണ് എല്ലാവരെയും കൊണ്ടുവരുന്നത്. എത്ര അർത്ഥശൂന്യമായ ഒരു വാദഗതിയാണിത്. ഈ നേരത്തെ അരുൺ ഇവിടെ സൂചിപ്പിച്ചതുപോലെ KS രാധാകൃഷ്ണനെ EDയാണ് കൊണ്ടുവന്നത്, രാമൻ നായരെ കൊണ്ടുവന്ന് EDയാണ്, ആന്റണിയുടെ മകനെ കൊണ്ടുവന്ന് EDയെ കൊണ്ട് പേടിപ്പിച്ചിട്ടാണോ? അതൊക്കെ വെറും രാഷ്ട്രീയമായ ഒരു ആരോപണം, ദുരാരോപണം എന്നല്ലാതെ വാസ്തവത്തിൽ ഇന്നത്തെ സ്വന്തം പേജിൽ ശ്രീ പത്മജ വേണുഗോപാൽ നിമിഷങ്ങൾക്ക് മുമ്പ് അത് പോസ്റ്റ് ചെയ്തു. ശ്രീ ശ്യാംകുമാർ, ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞത് അതാണ്. സ്വന്തം പേജിൽ പത്മജ വേണുഗോപാൽ അത് പോസ്റ്റ് ചെയ്ത വിവരങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അത് ഏതെങ്കിലും തരത്തിൽ ED വന്നാൽ പിന്നെ ഗുരുവായൂരപ്പനെ കൊണ്ടുപോലും രക്ഷിക്കാൻ കഴിയില്ല. BJPയിൽ ചേരുകയെ നിവർത്തിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ശ്രീ പത്മജ വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിമിഷങ്ങൾക്ക് മുമ്പ് വന്നതാണ്. ED വന്നാൽ പിന്നെ അല്ല, ശ്രീമതി പത്മജ അത് എല്ലാ മാധ്യമങ്ങളിലും ഇപ്പോൾ വാർത്തയാണ് കേട്ടോ. എല്ലാ മാധ്യമങ്ങളിലും അത് വാർത്തയാണ് ഇപ്പോൾ. അവരുടെ ഒഫീഷ്യൽ പേജിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് അരുൺകുമാർ സൂചിപ്പിച്ചത്. ഗുരുവായൂരപ്പനെ കൊണ്ടും വെരിഫൈഡ് പേജ് ED വന്നാൽ പിന്നെ ഗുരുവായൂരപ്പനെ കൊണ്ടും രക്ഷിക്കാൻ കഴിയില്ല. BJPയിൽ ചേരുക ഒരു നിവർത്തി കണ്ടുള്ളൂ, അത്രയേ ഞാനും ചെയ്തുള്ളൂ എന്നാണ് പോസ്റ്റ് ചെയ്തത്. അതെ, അതവര് എന്തർത്ഥത്തിൽ പോസ്റ്റ് ചെയ്ത് ഞങ്ങൾക്കറിയില്ല. പത്മജയുടെ ഭർത്താവ് പറഞ്ഞ വാക്കുകളെ ഞാൻ രാവിലെ കേട്ടു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അത് ഇല്ലാത്ത ഒരു ആരോപണമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതും നിങ്ങൾ കേട്ടല്ലോ. ഇതിൽ ആര് പറയുന്നത് നിങ്ങൾക്ക് വേണേലും വിശ്വസിക്കാം. കാണാത്ത കാര്യം പോസ്റ്റ് നിലവിൽ പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ അത് ഞാൻ നോക്കാം. അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇതാണ് പത്മജയുടെ ഒഫീഷ്യൽ പേജിൽ ഇപ്പോൾ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്ന ഏറ്റവും ചൂടേറിയ വാർത്ത എന്ന് പറയുന്നത്. ഞാനതാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കുറ്റവാളികളും ഈ രാജ്യത്ത് എത്രയോ, കേരളത്തിൽ എത്ര CPMകാര് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരുണ്ട്.
എത്ര അമിത സ്വത്തുകൾ സമ്പാദിച്ചവരുണ്ട്, സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ചവർ എത്ര? അല്ല, CPM-കാരാണോ പത്മജ വേണുഗോപാലിന്റെ ഒഫീഷ്യൽ പേജ് ഹാൻഡിൽ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞതല്ല, ED ഉപയോഗിച്ച് BJP-യിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു എന്നത് ആരോപണം ദുരാരോപണമാണ്. അങ്ങനെ ഒരു കാര്യമില്ല. അഭിമാനത്തോടെ വരാൻ കഴിയുന്ന ആർക്കും BJP-യിലേക്ക് വരാം. ശരി, ശ്രീ സേനാപതി വേണു. നീലിമ, ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അത് ഒരു തമാശക്കിട്ടതാണോ ഗൗരവത്തിനിട്ടതാണോ ഇപ്പൊ ചോദിച്ച് മറ്റൊരു ചാനലിൽ പറയുന്നത് കേട്ട് അഡ്മിൻ ആണ് ഇട്ടത്, ഇവർ പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അഡ്മിൻ പോലും അവരുടെ കൂട്ടത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോ നമ്മുടെ ഒരു ചർച്ചാ വിഷയത്തിലേക്ക് ED ഒക്കെ ഉപയോഗിക്കുന്നു. ആ ED അതിജീവിച്ച ആളുണ്ട്. ഇന്നലെ നമ്മൾ കേരളത്തിലെ എല്ലാ പ്രമുഖ പത്രങ്ങൾ, കേരളത്തിലെ മാത്രമല്ല ദേശീയ മാധ്യമങ്ങളിലെല്ലാം വന്നൊരു വാർത്ത, 50 ദിവസമായിരുന്നു DK ശിവകുമാറിനെ തിഹാർ ജയിലിൽ അടച്ചത്. ആ കേസിൽ സുപ്രീം കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. അപ്പോൾ ED അതിജീവിക്കുന്ന കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ട്. അവരൊക്കെ കോൺഗ്രസിൽ നിൽക്കുകയും ചെയ്യും. പിന്നെ ബഹുമാന്യായ എൻ്റെ യുവ സ്നേഹിതൻ ശ്രീ അരുൺകുമാറിനെ ഓർമ്മപ്പെടുത്തുന്നത്, അരുൺകുമാറെ, നിങ്ങളുടെ മുന്നണിയിൽ NDA-യിലെ 2 ഘടകകക്ഷികളുടെ മന്ത്രിമാരും പാർട്ടിയും നിലനിൽക്കുന്നു. അത് കൃഷ്ണയുടെ മകനല്ലേ DK ശിവകുമാറിന്റെ മകളെ കല്യാണം കഴിച്ചത്? വേണമെങ്കിൽ അങ്ങനെ ചിന്തിച്ചുകൂടെ? SM കൃഷ്ണയും DK ശിവകുമാറും തമ്മിലുള്ള ബന്ധമെല്ലാം നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ കേസിൽ നിന്നും എല്ലാം ഊരിപ്പോരാൻ പല കാരണങ്ങളുണ്ടെന്നേ. അല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയിൽ NDA-യിലെ 2 ഘടകകക്ഷികളും അവരുടെ മന്ത്രിമാരും ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ദേവഗൌഡയുടെ പാർട്ടിയുടെ ചിഹ്നത്തിലാണ്, ഔദ്യോഗിക ചിഹ്നത്തിലാണ് കൃഷ്ണൻകുട്ടി ഇപ്പോഴും നിൽക്കുന്നത്. കൃഷ്ണൻകുട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല, കൃഷ്ണൻകുട്ടിയും തള്ളി പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ കൃഷ്ണൻകുട്ടി രാജിവെച്ച് പോകണം. കറ്റയേന്തിയ സ്ത്രീ ചിഹ്നത്തിൽ മത്സരിച്ചിരിക്കുന്ന കൃഷ്ണൻകുട്ടിയൊക്കെ വെറുതെ വിടുന്നേ. നമ്മൾ ഈ വിഷയത്തിലേക്ക് വരൂ. പത്മജ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പത്മജ വേണുഗോപാലിന്റെ ഈ BJP പ്രവേശനത്തെ നിങ്ങൾ വടക്കൻ ജില്ലകളിൽ മലബാറിൽ എങ്ങനെ നേരിടും? നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് അവിടുത്തെ മുസ്ലിം ലീഗിനോട് പറയാനുള്ളത്? അവർ അല്ലെങ്കിൽ തന്നെ വലിയ അങ്കലാപ്പിലാണ് അവർ. ഈ ഒരു മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു പാർട്ടിയുടെ പ്രമുഖ മുഖമാണ് ഇപ്പോൾ BJP-യിലേക്ക് പോയിരിക്കുന്നത്. നിങ്ങളെ എങ്ങനെ കോൺഗ്രസ് വിശ്വസിക്കും? അവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി, ഞാൻ മനസ്സിലാക്കുന്നത് 2021 തെരഞ്ഞെടുപ്പിന് ശേഷം കഴിഞ്ഞ 3 കൊല്ലക്കാലമായി ഞാൻ കോൺഗ്രസുമായി അകൽച്ചയിലായിരുന്നു. ഞാൻ കോൺഗ്രസിൽ ഇല്ല. അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് അവരുടേതായ സ്വന്തമായ നിലപാടുകൾ സ്വീകരിക്കാം. ആ കാര്യത്തിൽ ഒന്നും തർക്കമില്ല. ഇനി ഞാൻ ചോദിച്ച ചോദ്യത്തിന് വീണ്ടും ഉത്തരം വന്നില്ലല്ലോ. NDA-യിലെ 2 ഘടകകക്ഷികൾ ഇപ്പോഴും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയിലെ മന്ത്രിസഭയിലെ അംഗങ്ങളായിട്ടിരിക്കുന്നു. ശ്രീ കൃഷ്ണൻകുട്ടിയും ശശീന്ദ്രനും. എന്തേ നിങ്ങൾ അതിന് മറുപടി പറയാത്തെ? പിന്നെ എന്റെ സ്നേഹിതൻ ശ്രീ അരുൺകുമാർ, സമയം പോകുന്നതുകൊണ്ടാണ് അരുൺകുമാർ അതിനൊരു മറുപടി പറഞ്ഞിട്ട് പോകാം. ഏതാ? അതിനൊരു മറുപടി പറഞ്ഞിട്ട് പോകാം അരുൺകുമാർ. അല്ല, അത്തരത്തിലുള്ള അരുൺകുമാറിന് മാത്രം സംസാരിച്ചാൽ പോരല്ലോ. അരുൺകുമാറിന് മാത്രം സംസാരിച്ചാൽ പോരല്ലോ. സേനാപതി വേണു, ഈ ചർച്ചയുടെ അവസാന ഘട്ടമാണ്. ആകെ 3-4 മിനിറ്റ് മാത്രമാണ് നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത്. അരുൺകുമാർ സംസാരിച്ചതുപോലെ തന്നെ സമയം ഞാൻ അങ്ങേക്ക് തന്നിട്ടുണ്ട്. അതിലൊരു തർക്കവുമില്ല. ശ്രീ അരുൺകുമാർ അതിനൊന്ന് മറുപടി പറഞ്ഞിട്ട് പോകാം. സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല. അല്ല, അത് ചർച്ചയിൽ അതിന്റെ ഒരു ജനാധിപത്യം നിലനിർത്തും. അല്ല, ഞാൻ അങ്ങയുടെ ചോദ്യത്തിന് മറുപടിയാണ് പറയുന്നത്. അങ്ങയുടെ ചോദ്യത്തിന് മറുപടിയാണ് പറയുന്നത്. ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു തീരട്ടെ. മറുപടിയാണ്. അത് മറുപടി പറയാൻ പോലും അനുവദിക്കില്ല. ഇതാണ് കുഴപ്പം. ഇതാണ് കോൺഗ്രസിന്റെ പ്രശ്നം. ശ്രീമതി പത്മജ വേണുഗോപാൽ തന്നെ AK ആന്റണിയുടെ മകൻ പോയപ്പോ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. AK ആന്റണിയുടെ മകൻ കോൺഗ്രസ് വിട്ട് പോയപ്പോൾ അവർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ, MLA-മാരും MP-മാരും എന്റെ കയ്യിലിരിക്കുന്ന പത്മജ വേണുഗോപാൽ തന്നെ AK ആന്റണിയുടെ മകൻ പോയപ്പോൾ ഇട്ട പോസ്റ്റ് താങ്കളൊന്ന് വായിക്കണം. ആ പോസ്റ്റ് താങ്കളൊന്ന് വായിക്കണം. യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ നടക്കുന്നത് എന്താണെന്ന് അവർ പോസ്റ്റ് ഇട്ടിരുന്നു. അതുപോലും പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം. ഇവിടെ ഏതെങ്കിലും ഘടകകക്ഷി ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ളത് അവരുടെ കേന്ദ്ര ഘടകവുമായി ബന്ധം വിച്ഛേദിച്ച് അത് ബോധ്യപ്പെടുത്തി കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി തന്നെയാണ് LDF-ന്റെ ഭാഗമായി തുടരുന്നത്. അല്ലാതെ ഇവിടെ നിങ്ങൾ യഥാർത്ഥത്തിലുള്ള സാഹചര്യം മനസ്സിലാക്കാതെ ഈ നുണപ്രചരണം നടത്തിയിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആക്രമിക്കണം, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആക്രമിക്കണം, സംസ്ഥാന ഗവൺമെന്റിന്റെ സർക്കാരിന്റെ നയങ്ങളെ തകർത്തുകൊണ്ടിരിക്കണം.
നിങ്ങൾക്ക് ഒരു അക്ഷരം ഉരിയാടാനില്ല. ഈ ചർച്ചയിൽ വളരെ പ്രസക്തമായി ഉന്നയിക്കേണ്ട ഒരു കാര്യമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പത്മജയെ അവഹേളിച്ച് സംസാരിച്ച ഒരു സംഭവം ഉണ്ടായില്ലേ? തന്തയ്ക്ക് പിറക്കാത്തവൾ എന്നാണ് പറഞ്ഞത്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അവഹേളിച്ചിരിക്കുന്നത് ആരെയാണ്? പത്മജയെ മാത്രമല്ല, കരുണാകരന്റെ പ്രിയ പത്നിയായ കല്യാണി കുട്ടിയമ്മയെ അടക്കം അപമാനിക്കുന്ന സ്റ്റേറ്റ്മെന്റല്ലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനെതിരെ ഒന്നും പറയാൻ ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ലല്ലോ. ഇത് പഴയതല്ല, ഇന്ന് രാവിലെ ഉണ്ടായതാണ്. ഇന്ന് രാവിലെ നടത്തിയ പ്രസ്താവനയാണ്. ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം എന്തിയെ ഈ AK ആന്റണിയുടെ മകൻ പോയപ്പോ ഇതേ പ്രസ്താവന ഈ രാഹുൽ മാങ്കൂട്ടിങ്ങൾ നടത്താത്തത്? അങ്ങനെ നടത്തിയെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പൊ ഈ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റില്ല. അപ്പോ നാക്കിനെല്ലില്ല എന്ന് വെച്ച് ഏറ്റവും നുണപ്രചരണവും അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള പ്രസ്ഥാനവും സംസ്കാര ശൂന്യമായിട്ടുള്ള ഇടപെടൽ ഇത് തന്നെയാണ് എറണാകുളം DCC പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയത്. ഇതേ വാചകം തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അടുത്ത കാലത്ത് നടത്തുന്ന പ്രസ്താവനകളെല്ലാം തന്നെ ഈ സാംസ്കാരിക കേരളത്തിന് അപമാനകരമായിട്ടുള്ള പ്രസ്താവനകൾ, തുടർ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ആദ്യമായി ഭരണ തുടർച്ചയിലേക്ക് LDF വന്നതും കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ കോൺഗ്രസ് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ ജനങ്ങൾ മറുപടി നൽകുക അവരുടെ ബാലറ്റിലൂടെ ആയിരിക്കും. ഇന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടിൽ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസിന്റെ തന്നെ പല നേതാക്കന്മാരും രംഗത്ത് വന്നിട്ടുണ്ട്. പത്മജ വേണുഗോപാലിന്റെ ഭർത്താവ് തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്ര സംസ്കാര ശൂന്യമായിട്ടുള്ള വാചകങ്ങൾ എങ്ങനെയാണ് പറയാൻ ഇവർക്ക് കഴിയുക? ആ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു, അതിന്റെ ഭാഗമായി ഇങ്ങനെ പറയാൻ കഴിയുമോ? എന്തുകൊണ്ടാണ് AK ആന്റണിയുടെ മകൻ പോയപ്പോ ഇതേ വാചകം പറയാൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തയ്യാറാകാതിരുന്നത്? അതുകൊണ്ട് അല്ലല്ല, പത്മജ വേണുഗോപാലിന്റെ പഴയ ഒരു പ്രസ്താവനയെ അതാണ് കറക്റ്റ് അത്രേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ചെയ്യില്ല. കൃത്യമായി പറഞ്ഞ പോസ്റ്റ് പൊതുമണ്ഡലത്തിൽ കൃത്യമായിട്ടുണ്ട്. പത്മജ വേണുഗോപാൽ ഇവിടെ AK ആന്റണിയുടെ മകൻ പോയപ്പോൾ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു, കോൺഗ്രസ് പരിശോധിക്കണം, എന്താണ് കോൺഗ്രസ് വിട്ട് ഇത്തരത്തിലുള്ള യുവാക്കൾ ചെറുപ്പക്കാർ പോകാൻ കാരണം, അത് പരിശോധിക്കണം എന്ന് പറഞ്ഞുള്ള പോസ്റ്റും ഇത് പൊതുമണ്ഡലത്തിലുണ്ട്. നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ ഇതൊന്നും പരിശോധിക്കുന്നില്ല. പോകുവാണെങ്കിൽ പോകട്ടെ എന്ന് പറയുന്നു. ജ്യോതിരാദിത്യ സിന്ധ്യ ഇപ്പൊ എവിടെയാ ഉള്ളത്? ജ്യോതിരാദിത്യ സിന്ധ്യ എവിടെയാ ഉള്ളത്? റാവു ഇന്ദ്രജിത്ത് സിംഗ് എവിടെയാ ഉള്ളത്? എവിടെയുള്ളത് ജ്യോതിരാദിത്യ സിന്ധ്യ? ജ്യോതിരാദിത്യ സിന്ധ്യ അടക്കം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആകും എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ആളുകൾ, റാവു ഇന്ദ്രജിത്ത് സിംഗ് അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇപ്പോൾ എവിടെയാണ്? ഇവരെല്ലാം കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നത പദവിയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർ വരെ ഇപ്പൊ BJPയുടെ നേതാക്കന്മാരെ മാറിയിരിക്കുകയാണ്. നിങ്ങൾ കൃത്യമായി അസുഖം മനസ്സിലാക്കി ചികിത്സിക്കൂ. നിങ്ങൾ പരസ്യമായി ഇടതുപക്ഷത്തെ ആക്രമിക്കാനും നേതൃത്വത്തിന് മനസ്സിലാകുന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, വിലയിരുത്തേണ്ടത്. കൊഴിഞ്ഞുപോക്കിന്റെ തുടക്കമോ എന്ന വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്തത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി.